aromamari.com നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തിരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കുന്നത് കർത്താവിന്റെ ദാസി സിസ്റ്റർ ജെസ്ലി സാം തന്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പർ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനോട് നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അത് സമയത്ത് നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നതായിരിക്കും. കർത്താവിന്റെ ദാസി സിസ്റ്റർ ജെസ്ലി സാമിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചു പോകുന്നു. ഈ ഒരു സമയത്ത് എൻ്റെ ടെസ്റ്റ് മണി പറയുവാനായിട്ട്, അരോമ ടി വിയിൽ കൂടി മറ്റുള്ളവരിലേക്ക് എൻ്റെ ടെസ്റ്റ് മണി എത്തിക്കുവാനായിട്ട് എന്നെ ഇതിലേക്ക് വിളിച്ച പാസ്റ്റർ ഡാനിയൽ ജോണിനും, അതുപോലെ തന്നെ അരോമ ടി വി മിനിസ്റ്റേഴ്സ്, അതുപോലെ എന്നെ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത സിസ്റ്റർ അന്നമ്മ ബെന്നിയോടും ദൈവനാമത്തിലുള്ള എൻ്റെ വന്ദനം അറിയിക്കുന്നു. എൻ്റെ പേര് ജസ്ലി സാം എന്നാണ്. ഞാനിപ്പോൾ പാസ്റ്റർ ജോയിൻ ചെയ്തിരിക്കുന്നത് ഡൽഹിയിൽ നിന്നാണ്. ഡൽഹിയിൽ ഞങ്ങൾ സുവിശേഷ വേലയോടനുബന്ധിച്ചായിരിക്കുന്നു. ഹസ്ബൻഡ് പാസ്റ്റർ സാംബി തോമസ്. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. മൂത്താൾ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു, ജസ്ബി അൽസാസാം. ഇളയാൾ 5th സ്റ്റാൻഡേർഡിലാണ്, ജസ്ബിൻ ടോംസാം. എൻ്റെ മാതാവ് പിതാവ് ഇപ്പോൾ മണിമലയിലായിരിക്കുന്നു. എൻ്റെ സഹോദരൻ ഫാമിലിയായിട്ട് അവർ UK പ്രദേശത്ത് കർത്താവിൻ്റെ വേലയിലും അതുപോലെ ജോലിയോട് കൂടി ആയിരിക്കുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ പിതാവ് 5 മാസത്തിന് മുമ്പേ കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു. മാതാവുണ്ട്. സഹോദരൻ ഫാമിലി അവർ ബഹറിൻ്റെ പ്രദേശത്തായിരിക്കുന്നു. പക്ഷേ എൻ്റെ ചൈൽഡ്ഹുഡ് അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ മാതാവും പിതാവും വിവാഹം കഴിച്ചത്, മാതാവ് ഒരു പെന്തക്കോസ് സമുദായം മീൻസ് പെന്തക്കോസ് വിശ്വാസ പാരമ്പര്യത്തിൽ നിന്നുള്ള ആളായിരുന്നു. എന്നാൽ എൻ്റെ പിതാവ് മർത്തോമ ഫാമിലിയിൽ നിന്ന് അങ്ങനെ വിവാഹം കഴിഞ്ഞതിന് ശേഷം എൻ്റെ മാതാവും പിതാവും ഒരുമിച്ച് ആ ഒരു മർത്തോമ മീൻസ് സമുദായത്തിൻ്റെ ആ ഇതിലേക്ക് പശ്ചാത്തലത്തിലേക്കായിരുന്നു. അതായിരുന്നു അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് എൻ്റെ ജനനം എന്ന് പറയുന്നത് ഞാൻ പത്തനംതിട്ട സീതത്തോട് എന്ന് പറയുന്ന പ്രദേശത്തായിരുന്നു. അവിടെ നിന്ന് പിന്നീട് എനിക്ക് ഏകദേശം 1 വയസ്സുള്ള സമയത്ത് എൻ്റെ മാതാവും പിതാവും എന്നെ കൊണ്ട് ഞങ്ങൾ മുണ്ടക്കയത്തൊരു പ്രദേശത്ത് പനക്കച്ചറ എന്ന് പറയുന്ന ഒരു കുഗ്രാമത്തിലേക്ക് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. അതൊരു ദൈവത്തിൻ്റെ പ്രവൃത്തിയായിരുന്നു എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. കാരണം അവിടെ കൊണ്ട് ഞങ്ങളുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു. ഞാൻ എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ വേദനയോടെയുള്ള ഓർമ്മകൾ മാത്രമാണ്. അതായത് എൻ്റെ മാതാവും പിതാവും എത്രമാത്രം എന്നെയും എൻ്റെ ആങ്ങളെയെ സ്നേഹിക്കുന്നു, അതുപോലെ തന്നെ അതിലുപരിയായി പിതാവ് എന്നെ സ്നേഹിക്കുക, എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കാലഘട്ടമായിരുന്നു എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത്. എനിക്ക് എൻ്റെ ഓർമ്മയുള്ളത് ഒരു 3ാം ക്ലാസ് 4ാം ക്ലാസ് മുതലാണ്. എൻ്റെ 3ാം ക്ലാസ് 4ാം ക്ലാസ് ജീവിതത്തിൽ ദേവസ്വം എനിക്ക് ഒട്ടും എനിക്ക് ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ കാണുന്നത്, അതുപോലെ തന്നെ എനിക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് രാത്രിയിൽ, ഏകദേശം ഒരു രാത്രി 9 o'clock 9 മണിയാകുമ്പോഴേക്കും നമ്മൾ ഉറങ്ങുന്ന നാട്ടിൽ ഗ്രാമപ്രദേശത്ത് നമ്മൾ 9-9:30 ആകുമ്പോഴത്തേന് കിടക്കാനിരുന്നു. എനിക്ക് ആ സമയം ഭയങ്കര പേടിയാണ്. എനിക്ക് ആ സമയത്തിലേക്ക് എത്തുമ്പോഴത്തേന് എനിക്ക് ഭയമാണ്, ഞാൻ ഈ സമയം എത്തിയല്ലോ, രാത്രി ആയല്ലോ എന്നുള്ളത്. അങ്ങനെ എൻ്റെ 3ാം ക്ലാസ് 4ാം ക്ലാസ്സിൽ വെച്ചൊക്കെ ഞാൻ എൻ്റെ അമ്മയോട് പപ്പയോട് രാത്രി പറയും എനിക്ക് പേടിയാണ്, ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണ്. അപ്പോൾ അവർ വന്ന് കുറച്ച് നേരം എൻ്റെ കൂടെ കിടക്കും. ഇച്ചിരി കഴിയുമ്പോൾ എഴുന്നേറ്റ് പോകും. പക്ഷെ എനിക്ക് രാത്രിയിൽ ഉറങ്ങാനേ സാധിക്കത്തില്ല. അങ്ങനെ ഞാൻ ചെറിയ പ്രോബ്ലംസ് ഒക്കെ അപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് എനിക്ക് എൻ്റെ ഓർമ്മയിൽ എനിക്ക് 5th സ്റ്റാൻഡേർഡ് 6th സ്റ്റാൻഡേർഡ് ആയപ്പോഴത്തേക്കും എനിക്ക് ഒരു നിമിഷം പോലും ഉറങ്ങാൻ കഴിയത്തില്ല. എൻ്റെ പ്രോബ്ലംസ് എനിക്കൊന്ന് ഷെയർ ചെയ്യാനായിട്ട് ആരുമില്ല.
പപ്പയോടും മമ്മിയോടും പറയുമ്പം അവർ പറയുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് കിടന്നാൽ മതി, അത് ഓക്കെ ആകും എന്നൊക്കെ പറയുമെങ്കിൽ എനിക്ക് എൻ്റെ വിഷയത്തെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ, അല്ല ഞാൻ രാത്രിയിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എനിക്ക് ആരോടും പറയാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ഇരിക്കുമ്പോൾ എനിക്ക് 6ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയത്താണ് ഇത് രാത്രി മാത്രം അനുഭവിക്കുന്ന ഒരു വിഷയമായിരുന്നു. എന്നാൽ പിന്നീട് ഞാൻ നോക്കുമ്പോൾ ഞാൻ ഫിസിക്കലി ഇത് പിന്നെ എന്നെ വല്ലാതാക്കാൻ തുടങ്ങി. ഞാനിങ്ങനെ നടക്കുന്ന സമയത്ത് എൻ്റെ പിതാവിനോട് ചോദിക്കും, പപ്പയും ഞാനും ഒക്കെ നടന്നു പോകുന്ന സമയത്ത് എന്നോട് ചോദിക്കും, നീ എന്തിനാ പുറകോട്ടേക്ക് തിരിഞ്ഞു നോക്കുന്നേ, ഇടയ്ക്കിടയ്ക്ക് എന്തിനാ കുഞ്ഞ് പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നേ? അപ്പം ഞാൻ പറയാം, ഒന്നുമില്ല പപ്പ, ആരോ വന്നു, എനിക്കങ്ങനെ തോന്നിയെന്ന് പറയും. അപ്പം പപ്പ ചിരിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ടേക്ക് നടന്നു പോകും. അപ്പോൾ എൻ്റെ പുറകിൽ എനിക്ക് ഇങ്ങനെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്, എൻ്റെ പുറകിൽ ആരോ എന്നെ ഫോളോ ചെയ്യുന്നു. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ആ വ്യക്തിയെ കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെ ദിവസം ഒരു 5ാം ക്ലാസ്, 6ാം ക്ലാസ്, 7ാം ക്ലാസ് ഒക്കെ ഞാൻ ഈ ഒരു വിഷയം നല്ലപോലെ അനുഭവിക്കാൻ തുടങ്ങി. അപ്പോൾ ഓരോ ഇയർ കഴിയുന്നതിനനുസരിച്ച് എൻ്റെ പ്രോബ്ലംസ് വർദ്ധിക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ അനുഭവിക്കുന്ന കൂടെ തന്നെ പിന്നീട് ഞാൻ എൻ്റെ ശരീരത്തിൽ ചേർന്ന് അനുഭവിക്കാൻ തുടങ്ങി. അതായത് എൻ്റെ ശരീരത്തിൽ ഫസ്റ്റ് എൻ്റെ കാലുകൾ പുകഞ്ഞു തുടങ്ങി, പിന്നെ എൻ്റെ കൈകൾ പുകയാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും പുകച്ചിലാണ്. പുകച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാവിനോട് പിതാവിനോട് പറയുമ്പോൾ അവർ ഉപ്പെടുത്തിട്ട് വെള്ളത്തിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് കൈ ഇച്ചിരി നേരം മുക്കി വെക്കുക, കാല് മുക്കി വെക്കുക, അപ്പോൾ അത് മാറും, എന്തെങ്കിലും മുളകിൻ്റെ ആയിരിക്കും അങ്ങനെ പറഞ്ഞ് അതിനെ വിട്ടതല്ലാതെ അവർക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അങ്ങനെ 7ാം ക്ലാസ് വരെ ഞാൻ ഈ ഒരു ബുദ്ധിമുട്ടിൽ കൂടി തന്നെ, ഈ വേദനയിൽ കൂടി തന്നെ കടന്നു പോവുക. അപ്പോഴത്തേനും എൻ്റെ ഹൃദയം വല്ലാതെ വേദനിക്കുന്നു. എനിക്കിതിനെ ഒന്ന് ഇത് ഇനി ആരോട് പറയൂ, ഇതിനൊരു മറുപടിയോ അല്ലെങ്കിൽ ഇതിനകത്ത് എനിക്കൊരു മാറ്റം ഒന്നും കാണാൻ കഴിയുന്നില്ല. അങ്ങനെ 7ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് മർത്തോമ സഭയുടെ തന്നെ ഒരു ചർച്ചിൻ്റെ തന്നെ ഒരു അച്ഛൻ എന്നോട് പറഞ്ഞു, ഒരു പത്തനംതിട്ടയിൽ ഒരിടത്തൊരു ബാലികാ ഭവൻ എന്ന് പറയുന്ന ഒരു ഹോസ്റ്റലുണ്ട്, അവിടെ കൊണ്ടുവിടാം, അവിടെ നല്ലതാണ്, മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുവാനും അതുപോലെ തന്നെ ഫ്യൂച്ചർ അവിടെ സെറ്റിൽ ആവുന്നു. ഓക്കെ, അങ്ങനെ എൻ്റെ പിതാവും മാതാവും ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് അവിടെ ചെന്ന് അഡ്മിഷൻ എടുത്തു. അങ്ങനെ അവിടെ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 8th സ്റ്റാൻഡേർഡിൻ്റെ ഫസ്റ്റ് ഒരു 4 മാസം ഞാൻ അവിടെ നിന്നു. ഈ 3 മാസം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു വഴിത്തിരിവായിരുന്നു. അതായത് ഞാൻ അവിടെ അനുഭവിച്ചത് അത്രയും നാളെ, ഒരു 7ാം ക്ലാസ് വരെ ഞാൻ അനുഭവിച്ച എൻ്റെ പുകച്ചില്, ഞാനിങ്ങനെ പുറകിൽ ഒരാൾ വരുന്നു, ഈ ഒരു വിഷയമല്ലാതെ ഞാൻ പിന്നീട് ഇതിനെ എൻ്റെ ഫിസിക്കലി അറിയാൻ തുടങ്ങി. അതായത് ഞാൻ ഉറങ്ങുന്ന സമയം ഇതെൻ്റെ അടുത്ത് വരും, അതുപോലെ എന്നെ ടച്ച് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ ഞാൻ ഉണർന്നു നോക്കുമ്പോൾ ഇത് വാതിക്കൽ നിൽക്കും. അതായത് എന്നെ ഞാൻ കാണുകയാണ് ഈ രൂപത്തെ, ഒരു വലിയ ഇരുണ്ട രൂപത്തെ ഞാൻ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് വളരെ ഭയം. ഞാൻ എൻ്റെ കൂട്ടുകാരോട് ഷെയർ ചെയ്തു. കൂട്ടുകാർ അത് നേരെ വാർഡൻ്റെ അടുത്ത് ചെന്നു. വാർഡൻ അത് അച്ഛൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു. അച്ഛൻ ഉടനെ തന്നെ പറഞ്ഞു, നീ വേണ്ടാത്ത സ്വപ്നങ്ങളൊക്കെ വേണ്ടാത്ത ഇങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നതുകൊണ്ടാണ് മോൾക്ക് ഇങ്ങനെ വിഷമം ഉണ്ടാവുന്നത്. ഞാനങ്ങനെ ഷെയർ ചെയ്യാറില്ലായിരുന്നു. പക്ഷെ അച്ഛൻ അങ്ങനെ പറഞ്ഞപ്പോഴും എനിക്ക് അവിടെ ഒരു ഇത് കിട്ടുന്നില്ല, ഒരു മറുപടി, അല്ലെങ്കിൽ എനിക്ക് സപ്പോർട്ടായിട്ട് എനിക്ക് ആരുമില്ല. അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചു, അപ്പോഴും എൻ്റെ മനസ്സിലിരിക്കുന്നത് ഇനി ഞാൻ ഇങ്ങനെ എൻ്റെ ജീവിതം അവസാനിച്ചു പോവുമായിരിക്കും, ഇതിൽ നിന്ന് എന്നെ മോചിപ്പിക്കാൻ ആരുമില്ല. എനിക്ക് ബാത്റൂമിൽ കയറി തന്നെ കുളിക്കാൻ നിൽക്കാൻ പേടി, ബാത്റൂമിൽ കയറി റൂം അടയ്ക്കാൻ പേടി. ഇതൊക്കെ ഞാനിങ്ങനെ അനുഭവിക്കുക, ഞാൻ കാണുകയാണ്. ഇതെനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുക. അങ്ങനെ ദിവസം ഞാൻ ഫസ്റ്റ് ഓണപ്പരീക്ഷ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഒട്ടും മേലാതെയായി. അവർ ഹോസ്റ്റലിൽ നിന്ന് അവരെൻ്റെ പിതാവിനെയും മാതാവിനെയും വിളിച്ചറിയിച്ചു. അവർ പെട്ടെന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പപ്പയോടും മമ്മിയോടും പറഞ്ഞു, എനിക്ക് തീരെ വയ്യ, എനിക്കിത് അനുഭവിക്കാൻ വയ്യ. അങ്ങനെ എൻ്റെ പപ്പയും മമ്മിയും എന്നെ വിളിച്ചുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് തിരികെ എത്തി. വീട്ടിൽ തിരികെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ പപ്പയും മമ്മിക്കും മനസ്സിലായി എനിക്കെന്തോ വളരെ കാര്യമായ ബുദ്ധിമുട്ടുണ്ട്. അതായത് 4-5 വർഷത്തിന് ശേഷമാണ് പപ്പയും മമ്മി മനസ്സിലാക്കുന്നത് ഇങ്ങനെ എനിക്കൊരു ബുദ്ധിമുട്ട്, ഞാൻ വല്ലാത്തൊരവസ്ഥയിൽ കൂടി കടന്നു പോകുന്നു എന്നുള്ളത്. അങ്ങനെ ഞാൻ അവിടെ വീട്ടിലെത്തി കഴിഞ്ഞ പാടേക്ക് എനിക്കിത് വളരെ ശക്തമായിട്ട് ആകാൻ തുടങ്ങി. അതായത് എൻ്റെ ശരീരത്തിൽ ഞാനിതിനെ അറിയാൻ തുടങ്ങി. അതുപോലെ എൻ്റെ ശരീരം പുകഞ്ഞു തുടങ്ങി, എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല. അങ്ങനെ എനിക്ക് നാട്ടിലെല്ലാവരും പറയാൻ തുടങ്ങി, ഈ കൊച്ചിന് ഭ്രാന്തായിപ്പോയി.
ഇത് ഇനി ഇത് നോർമൽ ആകത്തില്ല, ഈ കുഞ്ഞ് പ്രാന്തിയായി പോയി. ഇങ്ങനെ എൻ്റെ ചെവിക്കകത്തൂടെ കേൾക്കാൻ തുടങ്ങി, ഇതിന് മാനസികമായിട്ട് എന്തൊക്കെയോ പ്രോബ്ലം ആയി. അപ്പം എൻ്റെ പപ്പയോട് അവരിങ്ങനെ പറയാൻ തുടങ്ങി, ഏതെങ്കിലും നല്ല ഒരു ഹോസ്പിറ്റലിൽ മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ട് ഈ കൊച്ചിനെ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ശരിയാവുമായിരിക്കും എന്നൊക്കെ പറയാൻ എൻ്റെ പപ്പയ്ക്ക് അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. എൻ്റെ പപ്പ അതൊരിക്കലും അതൊരു ഭ്രാന്താണെന്ന് മാതാപിതാക്കൾക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ, ഞങ്ങൾ ഓണത്തിനോടനുബന്ധിച്ച് വീട്ടിൽ ഇങ്ങനെ അമ്മ ഈ നമ്മുടെ ബനാനയൊക്കെ ചിപ്സ് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ദിവസം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു സ്മെല്ല് അനുഭവിക്കാൻ തുടങ്ങി. സ്മെല്ലെന്ന് പറഞ്ഞാൽ ഇത്രയും ബാഡായിട്ടൊരു സ്മെല്ല് എനിക്ക് നേരത്തെ അങ്ങനെ ഉണ്ടായിട്ടില്ല, ഇപ്പോഴും ഉണ്ടായിട്ടില്ല. ആദ്യവും അവസാനമായിട്ട് അങ്ങനെ ഒരു സ്മെല്ല് എൻ്റെ ജീവിതത്തിൽ വരാൻ തുടങ്ങി. അതിങ്ങനെ ആ സ്മെല്ല് ഞാൻ അനുഭവിക്കുന്നതിനനുസരിച്ച് ഞാൻ തളർന്നു വീഴുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ അമ്മയോട് അച്ഛനോട് ഇങ്ങനെ പപ്പയോടും പറഞ്ഞു, എനിക്ക് ഈ സ്മെല്ല് ഭയങ്കരമാണ്, എനിക്ക് പറ്റുന്നില്ല, ഈ സ്മെല്ല് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ അടുത്തുള്ളൊരു ചേച്ചി അവിടെ ഉണ്ടായിരുന്നു. ആ ചേച്ചി പെട്ടെന്ന് ഈ ചൂലെടുത്തിട്ട്, ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ചേച്ചിയാണ്, ചേച്ചി ചൂലെടുത്തിട്ട് എൻ്റെ ദേഹത്ത് ഇങ്ങനെ തൂക്കാൻ തുടങ്ങി. അപ്പോൾ ഇച്ചിരി കഴിയുമ്പോൾ മാറുമെന്ന് പറഞ്ഞു. എന്നാൽ അവരങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് ഇത് മാറുമെന്ന് പറഞ്ഞെങ്കിൽ എനിക്കിത് മാറിയില്ല, ഇത് എനിക്ക് ഒരു തരത്തിലും മാറുന്നില്ല. അപ്പം എൻ്റെ പപ്പ മമ്മി ഇങ്ങനെ വിചാരിച്ച് ഇനി എനിക്ക് ഈ ഒരു വിടുതൽ എനിക്ക് കിട്ടത്തില്ല, കാരണം ഇത് കഴിഞ്ഞു. അവൻ്റെ പപ്പ ഒരുപാട് എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് നമ്മുടെ മന്ത്രങ്ങൾ ചെയ്യുന്നിടത്ത് പൂജിച്ച് ചരടുകൾ കൊണ്ടുവന്നു, അതുപോലെ വെള്ളം ഓദിച്ചു കൊണ്ടുവന്നു, പള്ളിയിൽ പോയിട്ട് വെള്ളം പ്രാർത്ഥിച്ച് ചുറ്റും നമ്മുടെ വീടിന് ചുറ്റും ഒഴിച്ചു. ഒന്നിലും ഒരു വിടുതൽ എൻ്റെ പപ്പയ്ക്ക് കാണാൻ കഴിഞ്ഞില്ല. ഞങ്ങൾക്കൊരു വിടുതൽ എന്ന് പറയാനായിട്ട് ഞങ്ങൾ അവിടെ വിടുതൽ കണ്ടിട്ടില്ല. അവസാനം ഇത് ഞാൻ ഇത്രയും കഷ്ടം അനുഭവിക്കുന്ന കൂടെ എൻ്റെ സഹോദരനിലേക്ക് ഇത് വ്യാപിക്കാൻ തുടങ്ങി. എൻ്റെ സഹോദരൻ ഇതിൽ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. കുഞ്ഞിന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ പിതാവിനും മാതാവിനും മനസ്സിലായി ഈ ഒരു സ്റ്റാർട്ടിങ് ആയിരുന്നു എൻ്റെ മകൾക്ക് ഉണ്ടായിരുന്നത്. അതോടെ എൻ്റെ പപ്പ തകർന്നു, അമ്മയും തകർന്നു. അപ്പൊ എന്നോട് എൻ്റെ പിതാവും മാതാവും കൂടെ എല്ലാ വാതിലുകളും കയറി ഇറങ്ങി ഒരു തരത്തിലും ഒരു മറുപടി ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ പിതാവിൻ്റെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മരിക്കാം. 2 കുഞ്ഞുങ്ങളാണ്, 2 കുഞ്ഞുങ്ങളും ഒരുപോലെ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വിടുതലില്ലെങ്കിൽ നമുക്കിനി അടുത്ത സ്റ്റെപ്പ് മരണം. അങ്ങനെ തീരുമാനിച്ചു. മരിക്കാമെന്നുള്ളൊരു ചിന്തയിലായി. ഇത് പതിയെ ഞങ്ങളുടെ ചെവിയിലും എത്തി, മരണം. ഈ ഒരു മരണത്തിന്റെ വാക്ക് എൻ്റെ ഭവനത്തിൽ മുഴങ്ങിയതോടുകൂടി സൈത്താന്റെ കിങ്ഡം അവിടെ ജയമെടുക്കാൻ തുടങ്ങി. അതായത് പതിയെ എനിക്ക് ഇത് ഭയങ്കരമായിട്ട് പ്രോബ്ലം ആകാൻ തുടങ്ങി. എൻ്റെ ശരീരത്തിൽ എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടായി. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരത്ത് എൻ്റെ പിതാവും മാതാവും ഈ മരണത്തോടുള്ള ആ ഒരു ഇതിലിരിക്കുമ്പോൾ എൻ്റെ സഹോദരൻ ഇങ്ങനെ എൻ്റെ പപ്പയോട് പറഞ്ഞു, പപ്പനെ അച്ചാച്ചന്നാണ് വിളിക്കുന്നത്, അച്ഛാ നമുക്കൊരു കാര്യം ചെയ്യാം, ചേച്ചിക്ക് വേണ്ടി താഴെ ഒരു ദേവദാസനുണ്ട്, ഒരു പാസ്റ്റർ ഉണ്ടല്ലോ, നമുക്ക് ബെഞ്ചമിൻ പാസ്റ്റർ അപ്പച്ചനെ വിളിച്ചുകൊണ്ട് വന്ന് ചേച്ചിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം നമ്മുടെ അരോമ TV-യിൽ സാക്ഷ്യം പറഞ്ഞ സിസ്റ്റർ അനിത ജിപ്സന്റെ ഫാദറിലോ, ജിപ്സൺ അച്ചാച്ചൻ്റെ ഫാദറായിരുന്നു. അദ്ദേഹത്തെ വിളിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം പെട്ടെന്ന് തന്നെ പപ്പ പറഞ്ഞു, മോൻ പോയി വിളിച്ചോണ്ട് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം, ഇത് ലാസ്റ്റാ, ഇത് അവസാനമാണ് നമ്മൾ പാസ്റ്ററപ്പച്ചനെ വിളിച്ചുകൊണ്ട് വരുന്നത്, ഇനി നമ്മുടെ വീട്ടിൽ ആരും പ്രാർത്ഥിക്കാൻ വരത്തില്ല. അങ്ങനെ പറഞ്ഞ് പാസ്റ്ററപ്പച്ചൻ വന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴേ പറഞ്ഞു, ഇതൊരു വല്ലാത്തൊരു വ്യാപാരമാണ്, കുഞ്ഞിനകത്തൊരു പൈശാചിക ശക്തിയുണ്ട്, ഇത് നമുക്ക് മാറണമെങ്കിൽ നമുക്ക് പ്രാർത്ഥന വെക്കണം വീട്ടിൽ. അങ്ങനെ അന്ന് വൈകുന്നേരം പാസ്റ്ററപ്പച്ചൻ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 12-1 മണിയോ വരെയും വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു. അടുത്ത ദിവസം രാവിലെ എത്തി അദ്ദേഹം വീട്ടിൽ പ്രാർത്ഥന ആരംഭിച്ചു. മറ്റൊരു ദൈവദാസനെ സീതത്തോട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അങ്ങനെ വീട്ടിൽ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന വെച്ച് എൻ്റെ ശരീരത്തിൽ നിന്നകത്തുനിന്ന് അത് പൂർണ്ണമായി അഴിഞ്ഞു മാറുവാൻ ഇടയായി. എൻ്റെ വീടിനകത്തുനിന്ന് വലിയൊരു വിടുതൽ നടക്കുവാൻ ഇടയായി. അങ്ങനെ ആ വിടുതൽ എനിക്ക് കിട്ടി ആ നിമിഷം മുതൽ. എങ്കിലും എൻ്റെ മാതാവിനും പിതാവിനും അത്രമാത്രം വിശ്വസിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വിടുതൽ കിട്ടി. എന്നാൽ ഈ പെന്തക്കോസ്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു വിശ്വാസ ജീവിതത്തിലേക്ക് വരണം എന്നുള്ള ഒരു വലിയ ചിന്തയൊന്നും അന്നില്ല. കാരണം നമുക്കൊരു വിടുതൽ കിട്ടി, നമുക്ക് തിരിച്ച് സമുദായത്തിലേക്ക് പോയാലോ എന്നുള്ള ഒരു ചിന്തയൊക്കെ മനസ്സിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ മമ്മിയോട് പറഞ്ഞു, മമ്മി ഞാൻ എൻ്റെ ആഭരണമൊക്കെ ഊരുവാണ്. അപ്പം അമ്മ എന്നോട് പറഞ്ഞു, മോനെ ഒന്നുകൂടി ചിന്തിച്ചിട്ട് പോരാ. ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ 5-6 വർഷമായിട്ട് എൻ്റെ ഓർമ്മ വെച്ച കാലം, അതായത് എനിക്കൊരു 3-4 വർഷം
5 വർഷമായിട്ട് ഞാനിത് അനുഭവിക്കുക. കാരണം ഈ ഒരു ഭീതി, ഈ ഒരു വേദന, ശരീരത്തിൽ പറയാൻ പറ്റാത്ത അവസ്ഥകൾ ഞാൻ അനുഭവിക്കുന്ന, ആരോടും നമുക്ക് ഷെയർ ചെയ്യത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് ഞാനൊരു വിടുതൽ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇന്നാണ്. അതായത് ഈ ഒരു ദൈവ സാന്നിധ്യം എനിക്ക് അകത്ത് വന്നു കഴിഞ്ഞ് എനിക്ക് ഈ ദൈവ വിടുതൽ കിട്ടിയപ്പോഴാണ് ഞാനിത് അനുഭവിക്കുന്നത്. എനിക്ക് സ്വസ്ഥത എന്ന് പറയുന്നത് ഈ ഒരു 12ാമത്തെ വയസ്സിൻ്റെ എൻഡിൽ, 13ാമത്തെ വയസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് എൻ്റെ ലൈഫിന് ഞാൻ എൻ്റെ ഉറക്കത്തിൽ ഒരു സ്വസ്ഥത അനുഭവിക്കുന്നത്, എൻ്റെ ശരീരത്തിനകത്ത് ഞാൻ സ്വസ്ഥത അനുഭവിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ പപ്പയും മമ്മിയും പറഞ്ഞു, ഓക്കെ അങ്ങനെയാണെങ്കിൽ സ്നാനത്തിന്. ഞാൻ പറഞ്ഞു എനിക്ക് സ്നാനപ്പെടണം. 13ാമത്തെ വയസ്സ്, അതായത് എനിക്ക് 2002 ഞാൻ സ്നാനപ്പെട്ടു. പാഷപ്പച്ചൻ തന്നെ, ബെഞ്ചമിൻ പാഷപ്പച്ചൻ തന്നെ എന്നെ സ്നാനപ്പെടുത്തി. എൻ്റെ പിതാവും പറഞ്ഞു ഞാൻ സ്നാനപ്പെടുകയാണ്. ആ കൂടെ തന്നെ എൻ്റെ പിതാവ് പറഞ്ഞു ഞാൻ സ്നാനപ്പെടുകയാണെന്ന്. അങ്ങനെ എൻ്റെ പിതാവും ഞാനും ഒരേ ദിവസം ഞങ്ങൾ സ്നാനപ്പെടുവാനിടയായി. അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള എൻ്റെ ഒരു സ്ട്രഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ പിശാചിന് ചലഞ്ച് വെല്ലുവിളിയാണല്ലോ. കാരണം നമ്മളെ കിട്ടിയില്ല. കാരണം നമ്മൾ ആത്മഹത്യയുടെ വക്കിൽ നിന്ന് നമ്മൾ പുറത്തു വന്നു. ഇനി ഇവിടുന്ന് മുന്നോട്ട് പോകരുത്. അതായിരുന്നു പിശാചിന്റെ പ്ലാൻ. അങ്ങനെ ഇതിനെ മനസ്സിലാക്കാനുള്ള ഒരു പ്രത്യേക കാരണം, എനിക്ക് പ്രാർത്ഥിക്കണം. എൻ്റെ ഹൃദയത്തിനകത്ത് മുഴുവൻ എനിക്ക് എല്ലാത്തിലുപരിയായി ഒന്ന് പ്രാർത്ഥിക്കണം. കാരണം ദൈവം എനിക്ക് എന്താണെന്ന് പറയാൻ അറിയത്തില്ല. കാരണം ഈ ഒരു സന്തോഷം, ഞാൻ ഈ രാത്രിയിൽ ഉറങ്ങുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ സ്വപ്നമായിരുന്നു ആ സമയങ്ങളിൽ. അങ്ങനെ ഈ ഒരു സന്തോഷത്തിൽ എനിക്ക് എപ്പോഴും യേശോപ്പച്ചൻ്റെ അടുത്ത് ഇരിക്കണം. യേശോപ്പച്ചൻ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ യേശോപ്പച്ചൻ എൻ്റെ അടുത്ത് വരും. അതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ ഒരു ദൈവസാന്നിധ്യം അനുഭവിക്കാനായിട്ട് എനിക്ക് സാധിച്ചിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ അടുത്തുള്ള 8th സ്റ്റാൻഡേർഡ് മുതൽ 10ാം ക്ലാസ് +2 വരെയുള്ള എൻ്റെ പഠനത്തിൽ ദൈവം എന്നെ വളരെ മനോഹരമായിട്ട് എന്നെ കൊണ്ടുപോയി. അപ്പോൾ എൻ്റെ പ്ലാൻ മുഴുവൻ 10ാം ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ പണ്ട് മുതലേ ഉള്ള പ്ലാനാണ് എനിക്ക് ജേർണലിസ്റ്റ് ആവണം. അതിനുവേണ്ടി ഞാൻ 10ാം ക്ലാസ് മുതലേ ഹിസ്റ്ററിയോട് കൂടുതൽ ഇഷ്ടം തോന്നി. അങ്ങനെ +1 +2 ഞാൻ തിരഞ്ഞെടുക്കുന്ന സബ്ജക്റ്റ് തന്നെ ഹ്യൂമാനിറ്റീസ്, എനിക്ക് ഹിസ്റ്ററി. അപ്പോൾ അങ്ങനെ ഞാൻ കോട്ടയം CMS കോളേജിൽ പോയി പഠിക്കണം. അങ്ങനെയൊക്കെ വലിയ ആഗ്രഹത്തോടു കൂടി ഞാൻ എൻ്റെ പ്ലാനിൽ ഇറങ്ങുകയാണ്. അപ്പം അവിടെ ഞാൻ എൻ്റെ ആഗ്രഹത്തെയാണ് മുമ്പിൽ വെച്ചിരുന്നത്. ദൈവത്തിന്റെ ആഗ്രഹത്തോട് ഞാൻ ദൈവത്തോട് ചോദിച്ചില്ല. കാരണം എൻ്റെ കുഞ്ഞുനാൾ പോലുള്ള ആഗ്രഹമാണല്ലോ. ഒരിക്കലും യേശുപ്പച്ചൻ അതിന് വേണ്ട എന്ന് പറയത്തില്ല. അങ്ങനെ ഞാൻ ഇങ്ങനെ ഓക്കെ എന്നാൽ പഠനം കഴിഞ്ഞ് പോകാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ എൻ്റെ മമ്മിയുടെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് അങ്കിള് വന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ ഇന്നത്തെ കാലത്ത് ആരും പഠിക്കാൻ മീൻസ് ഈ ജേർണലിസത്തിനൊന്നും പോകത്തില്ല. നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും നേഴ്സുമാരാണ്, മോന് നേഴ്സിങ്ങിന് പോയാൽ മതി. വളരെ സങ്കടത്തോടാണെങ്കിലും എൻ്റെ എനിക്ക് വളരെ വേദനയുണ്ടായി അന്നേരം. ഞാൻ ഞാൻ എന്തിനാണ് അത് തിരഞ്ഞെടുക്കുന്നത്? അപ്പം എൻ്റെ പിതാവ് പറഞ്ഞു, മോനെ ഒരു ജോലി കിട്ടുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് വലിയ കാര്യം. വളരെ ബുദ്ധിമുട്ടിലൂടെയല്ലേ നമ്മൾ കടന്നു പോകുന്നത്. കാരണം പപ്പയ്ക്ക് അത്രമാത്രം പണം കിട്ടുന്നില്ല. അപ്പം നമ്മളൊരു ജോലി നേടുന്ന ഒരു തൊഴിലാണ് നമുക്ക് നല്ലതെന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു. ഓക്കെ, അങ്ങനെ അത് തീരുമാനിച്ച് ഞാൻ ജനറൽ നഴ്സിങ്ങിന്, ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ജനറൽ നഴ്സിങ്ങിന് ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ ആന്ധ്രയിൽ ജനറൽ നഴ്സിങ്ങിന് ജോയിൻ ചെയ്തു. പോകുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ അവിടെ ബാങ്കിൽ അന്വേഷിച്ചു ലോൺ കിട്ടുമെന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ലോൺ കിട്ടും, വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ജോയിൻ ചെയ്തു. സ്കൂളിൻ്റെ ഫസ്റ്റ് 6 months കഴിഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഫീസ് അടയ്ക്കണം. അങ്ങനെ ഫീസ് അടയ്ക്കാൻ വേണ്ടി തിരിച്ച് ഞാൻ ഫീസിൻ്റെ എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും എല്ലാം മേടിച്ച് ബാങ്കിൻ്റെ ലോണിൻ്റെ പേപ്പറും മേടിച്ചുകൊണ്ട് ഞാൻ നാട്ടിലെത്തി. പപ്പ ഞാനും കൂടെ നേരെ ബാങ്കിൽ ചെന്നപ്പം അവർ ആദ്യം കണ്ട ആൾക്കാരെ എല്ലാവരും ഞങ്ങളോട് പറഞ്ഞു, കിട്ടത്തില്ല മോളെ, ഇവിടെ നിന്ന് ഇനി മോൾക്ക് ലോൺ കിട്ടത്തില്ല. പല കാറ്റഗറി വരുമ്പോൾ മോൾക്ക് ലോൺ കിട്ടാൻ ഒരു ചാൻസും ഇല്ല. അവിടെ നിന്ന് ഇനിയിപ്പോൾ മുന്നോട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ജോയിൻ ചെയ്തു പോയി. ദൈവമേ ഇനി ലോൺ കിട്ടത്തില്ല, എന്ത് ചെയ്യാൻ? എൻ്റെ പിതാവ് ആ ബാങ്കിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എന്നോട് കണ്ണ് നിറഞ്ഞു പറഞ്ഞു, മോനെ പഠിക്കാൻ പോകണ്ട കേട്ടോ, അച്ചാച്ചൻ്റെ കയ്യിൽ പൈസ ഇല്ല ഇത്രയും അടയ്ക്കാനായിട്ട്. അപ്പോഴും ഞാൻ അവിടെ ഇങ്ങനെ എൻ്റെ കണ്ണിക്കൂടെ ഇങ്ങനെ വെള്ളം വന്നോണ്ട് ഞാൻ അവിടെ ഇങ്ങനെ വണ്ടി കയറാനായിട്ട് പോകുന്ന സ്ഥലത്ത് ഞാനിങ്ങനെ കണ്ണിക്കൂടെ വെള്ളം വന്ന് ഞാനിങ്ങനെ ഹൃദയത്തിൽ പ്രാർത്ഥിച്ചു, ദൈവമേ നിന്റെ ഇഷ്ടത്തിനാണ് ഞാൻ പോകുന്നത്. നീ എന്നെ നേഴ്സിംഗ് പഠിക്കാനായിട്ട് ഇറക്കി. എന്നോട് വാക്തത്വം ഉണ്ടായിരുന്നു, പ്രവചനങ്ങൾ ഒത്തിരി കിടപ്പുണ്ടായിരുന്നു. നീ നേഴ്സ് ഒന്നാൽ അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ജേർണലിസം മതി എന്നുള്ളൊരു ചിന്തയിൽ വന്നത്. എന്നാൽ അവിടുന്ന് വീണ്ടും എന്നെ ഈ നേഴ്സിങ്ങിലോട്ട് കൊണ്ടുവന്നെങ്കിൽ ദൈവമേ ഈ ഫീസ് ഇല്ലെന്നും പറഞ്ഞ് ഞാൻ ഇനി പോകാതിരിക്കുന്നത് എങ്ങനെയാ? ഓക്കെ, ഞാൻ പിന്നെയും വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ പപ്പ പറഞ്ഞു പോയി ഫസ്റ്റ് പരീക്ഷ എഴുതും, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് എൻ്റെ പപ്പ എന്നെ തിരികെ വിട്ടു. തിരിച്ച് ഞാൻ കോളേജിൽ വന്നു.
ആ സമയത്ത് എൻ്റെ പപ്പ നേരെ വീട്ടിലൊരു കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, വിറ്റിട്ട് എൻ്റെ ഫസ്റ്റ് ഇയറിൻ്റെ ഫീസ് അടച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് ഞങ്ങൾക്ക് വിൽക്കാൻ പറ്റത്തില്ല, സ്ഥലമൊന്നും വിൽക്കാനായിട്ടുള്ളൂ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കെ അടുത്ത സെക്കൻഡ് ഇയർ തേർഡ് ഇയറിൻ്റെ ഫീസ്, ഇൻറ്റേൺഷിപ്പിൻ്റെ ഫീസ് അടയ്ക്കണം. അപ്പം ഞാൻ വീണ്ടും പേപ്പറുമായിട്ട് ഒന്നുകൂടി ട്രൈ ചെയ്യാൻ, കാരണം ആ ഒരു ടൈമിൽ ഞാൻ കോളേജിലിരുന്ന് പ്രാർത്ഥിക്കാനിടയായി, ദൈവമേ എനിക്ക് ഫീസ് വേണം, എനിക്ക് വഴി യഹോവ തുറന്നു തരണം, എൻ്റെ ദൈവം എനിക്ക് ഈ വഴി തുറന്ന് തന്നേ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഫുൾ സ്റ്റോപ്പ് ഇടുന്നത് ഇങ്ങനെയാണ്: ദൈവം എനിക്ക് തന്നു, കിട്ടിയതിൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു എന്ന് പറഞ്ഞാണ് ഞാൻ കോളേജിൽ നിന്ന് പുറത്തു വരുന്നത്. പുറത്ത് വന്ന് ഞാൻ വീട്ടിൽ വന്ന് ഞങ്ങൾ ബാങ്കിൽ പോയപ്പോൾ നേരത്തെ ഇല്ല എന്ന് പറഞ്ഞ ആൾക്കാർ തന്നെ അതേ ഫോമിൻ്റെ അടുത്ത 3 വർഷത്തേനുള്ളത് എനിക്ക് ഫുൾ എമൗണ്ട് സാങ്ഷൻ ആക്കി തന്നു. ദൈവം എനിക്ക് വേണ്ടി അവിടെ ഒരു വലിയെന്ന് പറഞ്ഞാൽ എന്നെ ദൈവം ആ ഒരു സമയത്തൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി, എങ്ങനെ നിൽക്കുന്നുണ്ടോ, എത്രമാത്രം നിൽക്കുന്നു എന്നുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞ് എൻ്റെ പഠനം. ഈ പഠനത്തിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് എടുത്തിട്ട് പോയിട്ട് എനിക്ക് ഒരു തരത്തിലും ഒരു എന്താ പറയുന്നത്, എവിടെയാണ് ഹാർട്ട് അല്ലെ കിഡ്നി എന്താണ് ഇതൊന്നും അറിയാൻ പറ്റാതെ എല്ലാ സയൻസ് ഗ്രൂപ്പ് ആൾക്കാരുടെ മുന്നിൽ നിൽക്കുമ്പോഴും ഞാൻ വളരെ പുറകോട്ടായി പോകുന്ന ഒരവസ്ഥ ഉണ്ടായി. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എനിക്ക് പഠിക്കാൻ ബുദ്ധിയില്ല, എനിക്ക് ഇത് പഠിക്കാൻ പറ്റത്തില്ല, നീ എന്നെ സഹായിച്ചല്ലാതെ, അങ്ങനെ സഹായിച്ചതല്ലാതെ എനിക്കിതിന് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല. കർത്താവിൻദാസനെ ദൈവം എന്നെ അവിടെ എങ്ങനെ നിർത്തിയെന്ന് എനിക്കറിയത്തില്ല. ഡിസ്റ്റിങ്ഷൻ അതിൽ കൂടുതൽ മാർക്ക് മേടിച്ച് വന്ന കുഞ്ഞുങ്ങളുടെ മുമ്പിൽ അവരെക്കാളിലുപരിയായി മാർക്ക് തന്ന് ദൈവം എന്നെ അവിടെ മാനിക്കുവാനിടയായി. എങ്ങനെ കിട്ടിയെന്നും എനിക്കറിയത്തില്ല. എൻ്റെ കർത്താവ്, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത് ഇറങ്ങി വന്ന് പ്രവർത്തിച്ചു തരുവാനിടയായി. അങ്ങനെ എൻ്റെ നേഴ്സിംഗ് പഠനം വിജയകരമായി ദൈവം അവിടെ പൂർത്തീകരിച്ചു. നഴ്സിംഗ് പഠനം കഴിഞ്ഞതോടെ ഞാനൊരു ചെറിയ ഹോസ്പിറ്റലിൽ UP വന്ന് ജോയിൻ ചെയ്തു. ജസ്റ്റ് 1-2 മന്ത്സായി. അടുത്ത എൻ്റെ പുതിയൊരു ലൈഫിൻ്റെ തുടക്കം ഇവിടെ നിന്നതാണ്. അങ്ങനെ ആ ഒരു 2 മന്ത്സായി കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ പിതാവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഒരു വിവാഹാലോചന വന്നിട്ടുണ്ട്, നമുക്ക് വേണമെങ്കിൽ ആ വിവാഹാലോചന ഉറപ്പിക്കായിരുന്നു. ഞാൻ ചോദിച്ചാൽ എവിടുന്നാ? അപ്പോൾ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ നാട്ടിലെ ചുങ്കപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. ആള് മധ്യപ്രദേശിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഇത്ര മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ, മധ്യപ്രദേശിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. അപ്പം ഞാനും വിചാരിച്ചു കർത്താവിൻ്റെ പാസ്റ്ററാണല്ലോ. ഓക്കെ, അപ്പം നമ്മൾ കണ്ടിരിക്കുന്ന പാസ്റ്റർമാര്, കണ്ടിരിക്കുന്ന മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മിനിസ്ട്രി. അപ്പം നമുക്ക് എപ്പോഴും ഒരു ചർച്ച്, പാസ്റ്റർ, അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ എൻ്റെ ഹൃദയത്തിനകത്ത് ഇരിക്കുന്ന നാട്ടിലെ കാഴ്ചപ്പാട് മാത്രം. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ സമ്മതിച്ചു. അങ്ങനെ കല്യാണത്തിൻ്റെ എല്ലാം ഫിക്സ് ചെയ്തു, ഫൈനലായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട്, സംഭാഷണം വിളിച്ചിട്ട് എന്നോട് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ മിനിസ്റ്റർ ചെയ്യുന്നത് മധ്യപ്രദേശിലെ കണ്ടുവായില് ആഷാപൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ആദിവാസികളുടെ ഇടയിലാണ്. ഞാൻ പറഞ്ഞു ഓക്കെ, കുഴപ്പമില്ല, അവിടെ വന്നു കഴിഞ്ഞാൽ എന്തിനും തയ്യാറാവണം. അവിടെ വന്ന് പട്ടിണി കിടക്കാനാണെങ്കിൽ പട്ടിണി, മരത്തിൻ്റെ അടിയിൽ കിടന്നുറങ്ങണമെങ്കിൽ അങ്ങനെ. ഞാൻ പറഞ്ഞു ഓക്കെ, അങ്ങനെയൊന്നും എനിക്ക് ചിന്തിച്ചില്ല, ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ വിവാഹം കഴിഞ്ഞു. ഞങ്ങൾ ഏകദേശം 1 മാസത്തിനുള്ളിൽ തന്നെ മധ്യപ്രദേശിൽ വന്നു. മധ്യപ്രദേശിൽ വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാനിങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന നിമിഷം ഞാൻ ചിന്തിച്ചു, കർത്താവേ ഞാനിത് എവിടെയാണ് വന്നത്? ഞാൻ ഈ ഒരു ഗ്രാമത്തിൽ, അതായത് കണ്ടുവ ഡിസ്ട്രിക്റ്റിൽ നിന്ന് ആഷാപൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ഒരു വലിയ ഫോറസ്റ്റ്, അതിന് നടുക്കൊരു കുഞ്ഞു വീട്. ആ വീടിൻ്റെ കുറച്ച് അപ്പുറം മാറി ഈ ടപ്പർ, നമ്മുടെ ഈ കുടിലുകൾ, കുഞ്ഞു കുടിലുകള്, ഷീറ്റ് വിരിച്ച കുടിലുകള്, അവരോട് ചേർന്ന ഒരു കുഞ്ഞു വീടിനകത്ത് അവിടെ ഒരു നല്ല ബാത്റൂം ഇല്ല, കാട് കയറി കിടക്കുന്നു, റൂമുകളില്ല, ഒരു 2 റൂം ഇങ്ങനെ എന്താ പറയുക, നമ്മൾ ഈ ഇട്ടൊക്കെ വെച്ചിട്ടുള്ള ഇഷ്ടികയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുന്നു. ഒരു തരത്തിലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു രീതി. അപ്പം ഞാൻ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഇവിടെ നിൽക്കാനുള്ള കൃപ എനിക്ക് തരണേ. കാരണം ഈ ഒരു കൃപ ഞാൻ പ്രാർത്ഥിക്കുക, കർത്താവേ എനിക്കിവിടെ നിൽക്കാനുള്ള ശക്തി ഇല്ല എങ്കിൽ പോയി, എൻ്റെ കയ്യിൽ നിന്ന് ഇത് പോയി, ഞാൻ തിരികെ നാട്ടിൽ പോകാൻ പറ്റത്തില്ല. ഞാൻ വാക്ക് കൊടുത്തിട്ടാണ് ഈ വിവാഹം കഴിച്ചത്, ഞാൻ ഇവിടെ വന്നത്. അപ്പം എന്നെ ഇവിടെ നിർത്തണേ. എനിക്ക് പുറത്തേക്ക് ഇറങ്ങി ഒരു മനുഷ്യനെ കാണാൻ കഴിയുന്നില്ല. കാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ കാട്. അങ്ങനെ ഞങ്ങൾ അവിടെ താമസം ആരംഭിച്ചു. താമസം തുടങ്ങിയ ദിവസം അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ബാത്റൂമിൽ പോകുമ്പോൾ പാമ്പുകൾ,
ബാത്റൂമിനകത്ത് നമ്മൾ കയറി ഇരുന്ന് കഴിയുമ്പോൾ കുട നിവർത്തിയിട്ട് വേണമെങ്കിൽ ഇരിക്കാൻ. ചുറ്റും പാമ്പ്, നമ്മൾ കണ്ണിൽ കാണുകയാണ് പാമ്പുകളെ. രാത്രി കിടന്നുറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ തൊട്ട് സൈഡിൽ പാമ്പ് വന്ന് കിടക്കും. എന്നാൽ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല, പക്ഷെ ഈ പാമ്പ് വന്ന് കിടക്കും. കിടന്നു കഴിയുമ്പോൾ അങ്ങനെ മനസ്സിനകത്ത് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും സാരമില്ല, ഇതിൽ കൂടി കടന്നു പോകണമല്ലോ, ഇതൊരു പുതിയ ടെസ്റ്റ് എന്ന് വിചാരിച്ചു. അന്ന് എനിക്ക് 20 വയസ്സേ ഉള്ളൂ. 21 വയസ്സായപ്പോൾ തന്നെ വിവാഹം കഴിഞ്ഞായിരുന്നു, 21 വയസ്സിൽ. അങ്ങനെ ഞാൻ പിന്നീട് വന്നു. ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങൾ മിനിസ്ട്രിയിലേക്ക്, അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന മിനിസ്ട്രിയിലേക്ക് എന്നെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങിയായി. ഞാൻ ഗ്രാമത്തിൽ ചെല്ലുമ്പോഴാണ് ഗ്രാമം, അതുപോലെ തന്നെ ഞാൻ ഒരു 1-ാം ക്ലാസ് മുതൽ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ അനുഭവിച്ച വേദന എന്താണെന്ന് ഞാൻ ആ ഗ്രാമത്തിൽ ചെന്നപ്പോൾ ആളുകളുടെ ഇടയിൽ കാണുവാനിടയായി. ഞാൻ അനുഭവിച്ച അതേ വേദന, ഞാൻ ആ കടന്നുപോയ അതേ തീച്ചൂളയിൽ കൂടി കുഞ്ഞുങ്ങള്, മുതിർന്നവർ കടന്നു പോകുന്നു. അവര് എൻ്റെ അതേ സിംറ്റംസ് ഹസ്ബൻഡിനോട് പറയുകയാണ്, ഭയ്യ ഇതുപോലെയുള്ള ചില പ്രശ്നങ്ങൾ എനിക്ക് വരുന്നു, എൻ്റെ ശരീരം പുകയുന്നു, എനിക്ക് രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ല, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എനിക്ക് സ്മെല്ല് വരുന്നു. ഈ ഒരു പോയിന്റിനെ വളരെ വളരെ ഞാനങ്ങ് സർപ്രൈസ് ആയിപ്പോയി. എൻ്റെ ശരീരത്തിൽ ഞാനൊരു 6-7 ഇയേഴ്സ് അനുഭവിച്ച ബുദ്ധിമുട്ട് ഖണ്ഡുവായിൽ മധ്യപ്രദേശിൽ ആദിവാസി മേഖലയിൽ ഞാൻ ചെന്നപ്പോൾ അവിടെയുള്ള കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്ന ആൾക്കാർ വരെ ഹസ്ബൻഡിനോട് പറയുകയാണ്, ഇങ്ങനെയുള്ള പ്രശ്നം എനിക്ക് വരുന്നു. ഞാൻ ആ നിമിഷം അവിടെ നിന്ന് ചിന്തിച്ചു, കർത്താവേ, നീ എന്നെ കൊണ്ടുവന്നത്, അതായത് എൻ്റെ ചെറുപ്പം മുതൽ നീ എന്നെ എന്നെ നല്ലപോലെ ഒന്ന് ഇട്ട് ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട്, അതായത് ഞാൻ പെട്ടെന്ന് ഒരു ആള് ഇതിലേക്ക് ഇറങ്ങി വന്നാൽ അവിടെ നിൽക്കാൻ പറ്റത്തില്ല. കാരണം ആ ഒരു മധ്യപ്രദേശിന്റെ ആ ഒരു സാഹചര്യത്തിൽ അവിടെ നിൽക്കാൻ പറ്റത്തില്ല. എന്നാൽ ദൈവം എന്നെ എനിക്ക് വേദനയാകാൻ തുടങ്ങി. എൻ്റെ ദൈവമേ, ഞാൻ അനുഭവിച്ചതാണല്ലോ ഈ ഒരു ബുദ്ധിമുട്ട്, ഇവർ ഇതിനകത്തു നിന്ന് എങ്ങനെ വിടുതൽ പ്രാപിക്കും? അങ്ങനെ പ്രാർത്ഥന തുടങ്ങുമ്പോൾ പൈശാചിക ശക്തികൾ ഇളകി മാറുന്നത്, അതുപോലെ തന്നെ ഞാൻ എൻ്റെ ശരീരത്തിൽ അനുഭവിച്ച അതേ ബുദ്ധിമുട്ടുകൾ ഞാൻ അവിടെ കാണുവാനിടയായി. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, നീ എന്നെ കൊണ്ടുവന്ന ആ ഒരു വഴി ഒന്ന് ഓർത്ത് നോക്കിയാൽ, ഞാൻ അന്ന് അത് മനസ്സിലാക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് എനിക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ലായിരുന്നു. ഞാനിതൊന്നും അറിയത്തില്ല. കാരണം അതിനുവേണ്ടി ദൈവം ഈ ദാവീദിനെ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുന്നതിന് മുൻപ് ഒരു പ്രിപ്പറേഷൻ ടൈം ഉണ്ടായിരുന്നു. അതുപോലെ യോസഫിന് ഒരു പ്രിപ്പറേഷൻ ടൈം ഉണ്ടായിരുന്നു. ആ പ്രിപ്പറേഷൻ ടൈമിൽ കൂടി കടന്നിട്ടാണ് യോസഫ്, നമ്മൾ വചനത്തിൽ കാണുന്ന എല്ലാവരും അവനവന്റെ രാജ്യസ്ഥാനത്തേക്ക് എത്തിച്ചേർന്നത്. അപ്പൊ ഞാൻ അവിടെ നിന്ന് ചിന്തിച്ചു, കർത്താവേ, നീ എന്നെ ഒരു പ്രിപ്പറേഷൻ ടൈമിനകത്തൂടെ, അതായത് എൻ്റെ ചെറുപ്പം മുതലേ എന്നെ ആ ഒരു പ്രിപ്പയർ ചെയ്ത് അടുത്തൊരു റലത്തിലേക്ക്, അടുത്തൊരിടത്തിലേക്ക് കൊണ്ടു ചെല്ലാനായിട്ടാണല്ലോ ഇങ്ങനെ ചെയ്തത്. അന്ന് എന്നെ ദൈവാത്മാവ് പഠിപ്പിച്ചു, അതിനുവേണ്ടിയാണ് നിന്നെ ഈ തീച്ചൂളയ്ക്കകത്തൂടെ കടത്തി അതിനകത്തേക്ക് വിടുന്നത്. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com-ൽ രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ ഞങ്ങൾ അവിടെയുള്ള മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 5 വർഷം മധ്യപ്രദേശിലെ ആദിവാസികളുടെ ഇടയ്ക്ക് ഞങ്ങൾ മിനിസ്ട്രി ചെയ്യുവാനിടയായി. ഇതിനിടയ്ക്ക് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയുവാനിടയായി, ഞാൻ നേഴ്സാണ്, അപ്പോൾ ഒരു ജോലി സ്റ്റാർട്ട് ചെയ്യണമല്ലോ. അപ്പോൾ ജോലി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പുതിയ വീട് വാടകയ്ക്ക് എടുക്കണം. അതിനായി ഇച്ചിരി ദൂരം മാറിപ്പോകേണ്ടത് ആവശ്യമുണ്ട്. കാരണം നിൽക്കുന്ന ഇടത്ത് നിന്ന് നമുക്ക് മറ്റൊരിടത്ത് മാറിപ്പോയി ജോലി ചെയ്യാനൊന്നും പറ്റത്തില്ല. നമുക്ക് ഇച്ചിരി സിറ്റിയിലേക്ക് മാറേണ്ടി വരും. അപ്പോൾ എന്നോട് പറഞ്ഞ്, മാറണമെങ്കിൽ നമുക്ക് ഒരു സാലറി മിനിമം 3000 രൂപയെങ്കിലും കിട്ടണം മാസം. അതായത് നമ്മുടെ വാടകയും കൊടുത്ത് നമ്മുടെ ചെലവും അന്ന് 2011 കഴിയണമെങ്കിൽ നമുക്ക് ഇത്രയും വേണം. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് നോക്കാം. അന്ന് ആ സമയത്ത് ഞങ്ങൾക്ക് ഇവിടെ സാലറിയൊക്കെ വളരെ കുറവ്, 1500, 2000 അതിനൊക്കെ താഴെയാണ് ഒരു ഫ്രഷേഴ്സിന് സാലറി കിട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ ആ ഒരിടത്ത് നിന്ന് ഞാൻ നേരെ ഞങ്ങൾ മധ്യപ്രദേശിലെ ഖണ്ഡുവ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ അങ്ങോട്ടേക്ക് ഒരു കുഞ്ഞു വീട്ടിലേക്ക് മാറി താമസിച്ചു. അങ്ങോട്ടേക്ക് വന്നു. അതിനു മുന്നേ ഞാൻ പോയി ഒരു ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂ ചെയ്തു. അപ്പോൾ അവിടെയുള്ളവരെല്ലാവരും എന്നോട് പറഞ്ഞു, മോളെ, ഇവിടെ ആ 2000 രൂപയെ കിട്ടത്തുള്ളത്, 2000 രൂപ അല്ലാതെ അതിൽ കൂടുതലൊന്നും ഇവിടെ കിട്ടത്തില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ ചെന്ന്, ദേവാസിനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞത് 3000 രൂപയെങ്കിലും കിട്ടണം, ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ നേരെ ഞങ്ങൾ HR സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, 6000 രൂപ സാലറി തരാമെന്ന് പറഞ്ഞു.
ഞാനൊന്നും മിണ്ടില്ല. ഞാൻ അന്നേരം തന്നെ സൈൻ ചെയ്തു കൊടുത്ത് ഞാൻ വെളിയിൽ ഇറങ്ങി ഹസ്ബൻഡിനോട് പറഞ്ഞു, അച്ഛച്ച ഇതുപോലെ 6000 രൂപ പറഞ്ഞു. അച്ഛച്ചൻ പറഞ്ഞു, ദൈവം നമ്മളെ നടത്തുന്ന വഴികൾ അത് വലുതാണ്. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ അവിടെ ജോയിൻ ചെയ്തു. അവിടെ ഞാൻ ആ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നീട് ഓരോരോ ദിവസങ്ങൾ കഴിയുമ്പോഴും നമ്മുടെ ചിലവുകൾ വർദ്ധിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, മോനെ നമുക്കിനി ഇപ്പോൾ ഒരു 12000 രൂപയുടെ ചിലവാണ് വരുന്നത്. ഞാൻ പറഞ്ഞു, ദൈവം വഴി തുറക്കുക അച്ഛാ, ദൈവം നമ്മളിവിടെ കൊണ്ടുവന്നതല്ലേ, നമ്മുടെ കാര്യങ്ങൾ നടക്കും, സഭയുടെ കാര്യം നടക്കണം, വിശ്വാസികളുടെ കാര്യങ്ങൾ നടക്കണം, എല്ലാം ദൈവം ചെയ്തോളെന്ന് പറഞ്ഞു. ഇതിനിടയ്ക്ക് എനിക്ക് പെട്ടെന്ന് തന്നെ ഡ്യൂട്ടിക്കിടയിൽ വെച്ചൊരു വയറിനകത്തൊരു ബുദ്ധിമുട്ടൊരു വേദന വന്നു. അവർ ടെസ്റ്റിന് വിട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അപ്പൻഡിസൈറ്റിസ് ആണ്, അത് വളരെ സീരിയസ് ആയി, അത് പൊട്ടാറായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു പറഞ്ഞു. പെട്ടെന്ന് തന്നെ അവർ OT എടുത്ത് അങ്ങനെ സർജറി കഴിഞ്ഞു. അപ്പൻഡിക്സ് റിമൂവ് ചെയ്തു. ഞാനങ്ങനെ ഏകദേശം ഒരു പോസ്റ്റ് ഡേയിൽ ഒരു തേർഡ് ഡേ ആയപ്പോഴത്തേന് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ജിബി എന്നാണ് പേര്. പുള്ളിക്കാരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു വേക്കൻസി വന്നിട്ടുണ്ട്. പുള്ളിക്കാരി അവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ സ്റ്റാഫാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ ഒരു വേക്കൻസി വന്നിട്ടുണ്ട്, പറ്റുവാണെങ്കിൽ സിസ്റ്റർ ഒന്ന് വരണം, നമുക്ക് പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അതിനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ എവിടെയാണ്? അപ്പോൾ പറഞ്ഞു ഇൻഡോറിൽ 5 മണിക്കൂർ ദൂരം യാത്ര ചെയ്യണം. ഞാൻ സർജറി കഴിഞ്ഞ് 3-ാം ദിവസമാണ്. ദൈവമേ, എൻ്റെ കയ്യിൽ വന്നത് ഞാൻ എങ്ങനെ ഇൻ്റർവ്യൂവിന് ചെല്ലും? അപ്പം ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുൻപ് എനിക്ക് വളരെ ഭയമാണ്. കാരണം എനിക്ക് ഹിന്ദി ഒരു വാക്കറിയത്തില്ല. ഞാൻ 1-2 വേർഡ്സ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പറയുന്നില്ലാതെ എനിക്ക് ഇൻ്റർവ്യൂവിന് ചോദിക്കുന്ന ചോദ്യങ്ങളോ അതിന് ആൻസർ ചെയ്യാൻ ഇംഗ്ലീഷിലല്ല, ഇവിടെ എല്ലാം ഹിന്ദിയിലാണ് ചോദിക്കുന്നത്. അങ്ങനെ അവരോട് തന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഇൻഫോം ചെയ്തു, ഇൻ്റർവ്യൂവിന് വരാനായിട്ട് ഇത്രയും ദൂരം പറ്റത്തില്ല, കാരണം ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കും. അവർ പറഞ്ഞു, അത് സാരമില്ല, ഞങ്ങൾ ഇവിടുന്ന് ഒരു ടീമാണ് ഇൻ്റർവ്യൂവിന് പോകുന്നത്, ഞങ്ങളുടെ വണ്ടിക്ക് പോരാൻ പറഞ്ഞു. അങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യേണ്ടവരുടെ കൂടെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ എന്നെ കൊണ്ട് ഇൻഡോറിൽ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അത് അങ്ങനെ ചോദിച്ചു, ബുദ്ധിമുട്ട് അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കയറി, കർത്താവേ നീ എൻ്റെ ആവശ്യം നീ അറിയുന്നു, ഞങ്ങൾക്ക് ഇവിടെ നിൽക്കേണ്ടതാവുന്നു എന്ന് പറഞ്ഞ് ഞാൻ അതിനകത്ത് കയറി ചെന്നപ്പോൾ എന്നോട് അവർ ചോദിച്ചു, സിസ്റ്റർ പേരെന്താന്ന് ചോദിച്ചു ഹിന്ദിയിൽ. ഞാൻ എൻ്റെ പേര് പറഞ്ഞു. എനിക്കത് അറിയാം, എന്നോട് പേരെന്താന്ന് ചോദിച്ചാൽ പറയാനറിയാം. ഇവിടെ ഹിന്ദിയിൽ പേരൊന്ന് എഴുതി കാണിക്കാൻ പറഞ്ഞു. ഞാൻ എൻ്റെ പേര് ഹിന്ദിയിൽ എഴുതി കാണിച്ചു, കാരണം നമ്മൾ ചെറുപ്പം മുതലേ നാട്ടിൽ പഠിക്കുന്നതാണല്ലോ. ഞാൻ എൻ്റെ പേര് എഴുതി കാണിച്ചു. അപ്പം തന്നെ എനിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ എടുത്ത് തന്നിട്ട് പറഞ്ഞ്, നിന്നെ ഞാൻ ഖണ്ഡ്വായ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ യുണൈറ്റഡ് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലെ നേഴ്സായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നു. അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി ഈ അപ്പോയിൻമെൻറ്റ് ലെറ്ററുമായിട്ട് ഞങ്ങൾ അങ്ങനെ വന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞ ഏകദേശം അവിടുത്തെ ഒരു മെഡിക്കലുണ്ട്, അടുത്ത ഒരു ടെസ്റ്റിലേക്ക് ദൈവം എന്നെ കടത്തി വിട്ടു. ജോയിൻ ചെയ്ത് ഞാൻ ഒരു ദിവസം പോലും ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് കയറിയില്ല. അതിനു മുന്നേ തന്നെ എൻ്റെ മെഡിക്കൽ ടെസ്റ്റ് വന്നു. മെഡിക്കൽ ടെസ്റ്റിനകത്ത് എൻ്റെ റൈറ്റ് ഐ ബ്ലൈൻഡ്. ഇത്രയും നാളിൽ എനിക്ക് അങ്ങനെ ഒരു കാര്യം ഫീൽ ചെയ്തിട്ടില്ല, എൻ്റെ കണ്ണ് കാണത്തില്ല എന്നുള്ളത്. പലപ്പോഴും തലവേദന, ഹെഡേക്ക് വരും, കണ്ണാടി അടക്കി വെച്ചു കളഞ്ഞു, അങ്ങനെ പോയിട്ടല്ലാതെ ഇങ്ങനെ ഒരു വളരെ ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ് ഞാൻ അറിഞ്ഞില്ല. അപ്പം തന്നെ അവരെന്നോട് പറഞ്ഞ് ലോങ് ലീവ് എഴുതി തന്നിട്ട് പറഞ്ഞു നേരെ പോയി സർജറിക്കുള്ളത് ചെയ്യാൻ പറഞ്ഞു. പിന്നെ സർജറി അതെന്തിനാ പെട്ടെന്ന് സർജറി ചെയ്യുന്നത്? ഓക്കെ, അങ്ങനെ എൻ്റെ ഫാമിലിയുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ പപ്പയും മമ്മിയും എല്ലാം പറഞ്ഞു നാട്ടിൽ വന്നിട്ട് നമുക്ക് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ട കാണിക്കാം. അങ്ങനെ ഞങ്ങൾ നേരെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്ന് ദിവസം രാവിലെ 9 മണിക്ക് എന്നെ ഐ ടെസ്റ്റിന് വേണ്ടി കോട്ടയം മെഡിക്കൽ കോളേജിൽ കയറ്റി വൈകിട്ട് 6 മണിക്ക് വരെ സ്റ്റുഡൻസ് അതുപോലെ വലിയ വലിയ ഡോക്ടേഴ്സ് എല്ലാവരും വന്ന് എന്നെ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ടെസ്റ്റ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, ലോകത്തിൽ 1000 പേരിൽ ഒരാൾക്ക് വരുന്ന രോഗമാണിത്. റെറ്റിന വളഞ്ഞ് ഇതിൻ്റെ മുന്നിലോട്ട്, അതായത് വിഷൻ്റെ മുന്നിലോട്ട് വരികയാണ്. റെറ്റിന വളഞ്ഞു വരികയാണ്. ഇത് പതിയെയാണ് ഉണ്ടാകുന്നത്. ഇത് കൺജനറ്റൽ, അതായത് ജന്മനാ സ്റ്റാർട്ട് ചെയ്യും. അത് പതിയെയാണ് ഇതിങ്ങനെ വന്ന് പിന്നെ ഒരു 30 വയസ്സൊക്കെ ആകുമ്പോഴത്തേന് കംപ്ലീറ്റ് ബ്ലൈൻഡ് ആയിപ്പോയി. അപ്പോൾ അന്നേരം എനിക്ക് 21 വയസ്സിൽ ഏകദേശം എൻ്റെ ഹാഫിന് മേളിലായി. അപ്പോൾ അവരോട് പറഞ്ഞു പെട്ടെന്ന് തന്നെ ഒരു സർജറി ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ആലുവ ഹോസ്പിറ്റൽ, ടോണീസ് എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. അവിടെ നിന്ന് ഞങ്ങൾ സർജറിക്ക് വേണ്ടി പ്ലാൻ ചെയ്തു. സർജറി ചെയ്തു. മീൻസ് കണ്ണിനകത്തുള്ള സർജറിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു 4-5 ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ പ്രഗ്നൻ്റ് ആണ്.
അങ്ങനെ പ്രഗ്നൻസിയിൽ ഞാൻ വിചാരിച്ചാണ് ഞാനൊരു നേഴ്സായിരിക്കും, എനിക്കറിയാം കോംപ്ലിക്കേഷൻസ് വളരെ വലുതാണ്. ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരും. എൻ്റെ ഹൃദയത്തിനകത്ത് ഞാനിത് വെച്ചുകൊണ്ട് തന്നെ ഞാൻ തിരികെ വന്ന് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്ത് ഞാൻ പലരോടും അഭിപ്രായം ചോദിക്കുമ്പോഴൊക്കെ അവരെന്നോട് ഡോക്ടേഴ്സോ പീഡിയാട്രീഷ്യന്മാർ പറയുന്നത് എന്തെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവ് നീ എനിക്ക് തന്ന തലമുറ, ഞാൻ അറിഞ്ഞിരുന്നില്ല ഇങ്ങനെ ഒരു കാര്യം, കർത്താവ് നീ എനിക്ക് തരുന്ന തലമുറ അത് ഊനമില്ലാതെ യാതൊരുവിധ കുഴപ്പവുമില്ലാതെ ഒരു കുഞ്ഞിനെ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ച് ദേവദാസനെ കുഞ്ഞിൻ്റെ ഡെലിവറി കഴിഞ്ഞു, കുഞ്ഞുണ്ടായി. ഞാൻ ആദ്യം നോക്കിയത് കുഞ്ഞിൻ്റെ കൈകാലുകൾ, ശരീരം. ഞാൻ ഡോക്ടേഴ്സിനോട് ചോദിക്കുകയാണ്, യാതൊരു തരത്തിലുള്ള ഒരു ഭാരവുമില്ലാതെ ദൈവം എനിക്കൊരു കുഞ്ഞിനെ തരുവാനിടയായി. അത് കഴിഞ്ഞ് ഏകദേശം എൻ്റെ അവിടെയുള്ള യാത്ര, അതായത് കണ്ടുവായിൽ ഞങ്ങൾ മിനിസ്ട്രി ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത് നിൽക്കുന്ന സമയം തന്നെ ഏകദേശം 3 വർഷത്തിന് ശേഷം അടുത്ത കുഞ്ഞിനെ ഞാൻ പ്രഗ്നൻ്റ് ആയി. എന്നാൽ ഞാൻ ആദ്യത്തെ സമയത്ത് ഞാൻ എത്ര പ്രാർത്ഥിച്ചോ, അപ്പോൾ എനിക്കറിയാം എനിക്ക് കോംപ്ലിക്കേഷൻ വരുമെന്നുള്ളത് എനിക്കറിയാം. അത് കണ്ട് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം എനിക്ക് അതിനകത്ത് വിടുതൽ തന്നു. എന്നാൽ അടുത്ത 3 വർഷത്തിന് ശേഷമുള്ള ഒരു പ്രഗ്നൻസി, അടുത്ത് കൺസീവ് ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രാർത്ഥന അത്രമാത്രമൊന്നുമില്ല. കാരണം ഞാൻ പ്രാർത്ഥിക്കുന്നു, കുഞ്ഞിന് വേണ്ടി, അതായത് എൻ്റെ കുഞ്ഞിനൊരു ബുദ്ധിമുട്ട് വരരുതേ, അങ്ങനെ ഒരു പ്രാർത്ഥനയൊന്നും അന്നില്ല. ഞാൻ സാധാരണ രീതിയിൽ പ്രാർത്ഥിച്ചു. ദേവദാസിന് ഒരു 3-ാം മാസമായപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു വയറുവേദന ഉണ്ടാകാൻ തുടങ്ങി. ആ വയറുവേദനയിൽ ഞാൻ മനസ്സിലാക്കി എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട്. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടറോട് പറഞ്ഞു 3-ാം മാസത്തിൽ ഇപ്പോൾ ഡെലിവറി ആകും. അങ്ങനെ ഡെലിവറി ആകുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഒരിക്കലും ഇത് എനിക്ക് ദൈവം തന്നതല്ലേ, അപ്പം എങ്ങനെ അതിനെ ഡെലിവറി ആകും, എങ്ങനെ ഈ 3-ാം മാസത്തിൽ അത് ഡെലിവറി ആയി പോകും? ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞില്ല, ഇതൊരിക്കലും നിൽക്കാൻ സാധ്യതയില്ല, കാരണം ഈ കുഞ്ഞൊരിക്കലും നിനക്ക് പറ്റത്തില്ല, മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ബുദ്ധിമുട്ട് വരും, ഇത് ഡെലിവറി ആയി പോകും, കാരണം കുഞ്ഞ് ഒത്തിരി യൂട്രസിന് ഇത് താഴോട്ട് വന്നിരിക്കണം, എനിക്ക് ബുദ്ധിമുട്ട് പെയിനും ഒക്കെ ഉണ്ടാകാൻ തുടങ്ങി 3-ാം മാസം മുതൽ. അപ്പോൾ ഇവരെന്നോട് പറഞ്ഞു ഞാൻ ഇതിന് മെഡിക്കലിൽ എന്ത് റെമഡിയുണ്ട്? അപ്പോൾ അവരോട് പറഞ്ഞ് കണ്ടിന്യൂസ് റെസ്റ്റ്, 3 months മുതൽ അടുത്ത കുഞ്ഞ് ഡെലിവറി ആകുന്നിടം വരെ കാലിൻ്റെ ഒരു ഭാഗം പൊക്കി വെച്ച് റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ തയ്യാറാണ്. ഞാൻ അവിടെ റെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ആ റെസ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ കർത്താവിനോട് ദൈവനോട് ക്ഷമിക്കണം, ഞാൻ ഈ കുഞ്ഞിന് വേണ്ടി, കാരണം നമുക്കൊരു വാഗ്ദത്തം ലഭിക്കുന്നത് നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ ലൈഫിൽ മുഴുവനും ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പിലോട്ട് കയറുന്നത് പുതിയൊരു സ്റ്റോറിയുമായിട്ടാണ്. അപ്പം ഞാൻ ഈ കുഞ്ഞിന് വേണ്ടി അന്ന് മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദിവസം 3-ാം മാസം മുതൽ ഞാൻ പ്രാർത്ഥിച്ചു. ഏകദേശം ഓരോ ദിവസവും ഈ കുഞ്ഞിൻ്റെ ക്യുക്കിനി, അതായത് 5th month കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ ഞാൻ വളരെ വേദന അനുഭവിക്കാൻ തുടങ്ങി. കുഞ്ഞൊരു പ്രാവശ്യം മൂവ് ചെയ്യുമ്പോഴത്തേന് എനിക്ക് ഡെലിവറി പെയിൻ വരികയാണ്. ഞാൻ പെട്ടെന്ന് തന്നെ കർത്താവിനോട് ദൈവമേ, ദിവസം ഒറ്റ തവണ ഈ കുഞ്ഞ് മൂവ് ചെയ്യാവുള്ളൂ, അത് മൂവ് ചെയ്യുന്നത് എനിക്ക് ഈ കുഞ്ഞ് ജീവനോടെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി, കാരണം എനിക്ക് പെയിൻ സഹിക്കത്തില്ല. ഞാൻ അങ്ങനെ ഏകദേശം 6-ാം മാസം കഴിഞ്ഞപ്പോൾ എന്നോട് എൻ്റെ ഡോക്ടേഴ്സ് പറഞ്ഞൊരു കാര്യം ചെയ്യും, നാട്ടിൽ പോകുമോ, നാട്ടിൽ പോയിട്ട് റെസ്റ്റ് ചെയ്യുക, കാരണം ഇവിടെ നിന്ന് അല്ലെങ്കിൽ പിന്നീട് ഒരു പോക്ക് പാടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നാട്ടിൽ പോയി. ഞാൻ എങ്ങനെ നാട്ടിൽ പോകുന്നത്? എനിക്ക് ട്രെയിനിലാണ് യാത്ര ചെയ്യേണ്ടത്, അവിടെ നിന്ന് ബുദ്ധിമുട്ടാണ് എനിക്ക് വരാനായിട്ട്. ഞാൻ എൻ്റെ ഹസ്ബൻഡ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, പക്ഷേ ദൈവാത്മ ഞങ്ങൾക്ക് ഒരു തീരുമാനം തന്നു, നാട്ടിൽ പോവുക തന്നെ ചെയ്യണം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ട്രെയിനെ കയറിയ നിമിഷം ഞങ്ങളൊരു ജസ്റ്റ് സംസാരിച്ചപ്പോൾ തന്നെ അവിടെ ഒരു ട്രെയിനിനകത്തൊരു ഡോക്ടർ, ഒരു ഗൈനക്കോളജിസ്റ്റ്, ഒരു നേഴ്സ് ആണ്. ദൈവാത്മാവ് എന്നോട് പറഞ്ഞാണ്, ഒരു കുഴപ്പവും ഇല്ല, കയറിക്കോ, ട്രെയിനകത്ത് പൊയ്ക്കോ. കാരണം എൻ്റെ വിശ്വാസത്തിനകത്ത് ഞാനൊരു ഇച്ചിരി കർത്താവ് ട്രെയിനകത്ത് പോയ ബുദ്ധിമുട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ ആരും എനിക്കില്ല. അവിടെ ദൈവം എനിക്ക് മുമ്പായിട്ട് എൻ്റെ വിശ്വാസത്തെ, അതായത് നിനക്ക് വേണ്ടി ഞാൻ കരുതുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ദൈവം എനിക്ക് അവിടെ ഒരു ഡോക്ടറെയും നേഴ്സിനെയും ആ കമ്പാർട്ട്മെൻറ്റിൽ ഒരുക്കി. ഞങ്ങൾ സംസാരിച്ചു. അങ്ങനെ എനിക്ക് ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾ നാട്ടിൽ ചെന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു, കുഴപ്പമില്ലല്ലോ, ഇത് റെസ്റ്റ് എടുത്താൽ മതി, നമുക്ക് ഡെലിവറി ടൈം, അതായത് ഒരു 9 month കംപ്ലീറ്റ് ആയിട്ട് നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഏകദേശം 6, 7, 8th month ആയി. 8th, 9th month സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ ഡോക്ടറോട് പറഞ്ഞു, ഇമ്മീഡിയറ്റ്ലി ഇവിടുന്ന് റെഫർ ചെയ്യണം, കൊച്ചു ട്രാൻസ്ഫേഴ്സ് ആയി, കുഞ്ഞിന് ബ്രീത്ത് എടുക്കാൻ പറ്റുന്നില്ല, ഹാർട്ട് ബീറ്റിന് പ്രോബ്ലം വരുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പം തന്നെ. ഞാൻ പറഞ്ഞു, ഡോക്ടറെ
ഇതുവരെ കുഴപ്പമില്ലാതിരുന്നിട്ട് പെട്ടെന്ന് എന്താ സംഭവിച്ചത്? അപ്പം ഞങ്ങൾക്കും അറിയത്തില്ല, ഞങ്ങൾക്കും മനസ്സിലാവുന്നില്ല ഇത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് അതുവരെ ഒരു കുഞ്ഞിന് ഒരു കുഴപ്പമില്ല, അതിന് മുമ്പ് വരെയുള്ള സ്കാനിങ്ങിൽ പ്രോബ്ലം ഇല്ല, രാവിലെ വരെ കൊച്ചിന് ഒരു കുഴപ്പമില്ല, കാരണം കൊച്ചിന് മൂവ്മെന്റ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ഞാനിവിടെ വണ്ടിയിൽ വന്നിരുന്നിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവമേ ഈ കുഞ്ഞിന് യാതൊരു തരത്തിലുള്ള ഒരു കുഴപ്പവും വരില്ല. എൻ്റെ ഹസ്ബൻഡ് വയറിൽ കൈവച്ച് പ്രാർത്ഥിച്ച് തിരികെ ഞങ്ങൾ വീണ്ടും 15-15 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങളെ ഈ അൾട്രാസൗണ്ട് ചെയ്യണമെന്ന് പറഞ്ഞ് വിളിക്കുവാനിടയായി. ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ തന്നെ ഈ കുഞ്ഞിനെ സ്കാൻ ചെയ്ത് വെച്ചിട്ട് ഡോക്ടർ ആ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നിന്നിട്ട് എന്നോട് പറഞ്ഞു, വാവ് മിറക്കിൾ, ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ അവിടെ നിന്ന് പറഞ്ഞു, എൻ്റെ ദൈവത്താൽ അസാധ്യമായിട്ടുള്ള ഒരു കാര്യവും ഇല്ല. അങ്ങനെ ആ കൊച്ചിൻ്റെ പൊസിഷൻ നോർമലായി. അത് കഴിഞ്ഞ് കുഞ്ഞ് ഡെലിവറിയായി, യാതൊരു തരത്തിലുള്ള കോംപ്ലിക്കേഷൻ ഇല്ലാതെ എനിക്കൊരു ടേം ബേബി, അതായത് കുഞ്ഞിനെ ദൈവം എനിക്ക് ദാനമായി തന്നു. അവിടെ നിന്ന് പിന്നീട് ഞങ്ങൾ ഒരു മധ്യപ്രദേശിൽ ഞങ്ങൾ നിൽക്കുന്ന സമയം തന്നെ നമ്മുടെ മറ്റൊരു ദൈവദാസൻ പറഞ്ഞു, ഡൽഹിയിലേക്ക് ഒരു ഷിഫ്റ്റിംഗ് ഉണ്ട്. വാക്തത്വങ്ങൾ പലതും ഉണ്ടെങ്കിലും നമ്മുടെ ഹൃദയത്തിനകത്ത് അങ്ങനെയുള്ള തോന്നലുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ തന്നെ പറഞ്ഞു, ഡൽഹിയിലേക്ക് നിങ്ങൾക്ക് ഒരു ഷിഫ്റ്റിംഗ് ഉണ്ട്, ആ ഷിഫ്റ്റിങ്ങിന് വേണ്ടി ഒരുങ്ങുക, അവിടെ ഒരു സ്ഥലമുണ്ട്, അവിടെ മിനിസ്ട്രി ചെയ്യണം. അപ്പൊ അങ്ങനെ ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഫൈനൽ ചെയ്തു. ഡൽഹിയിലേക്ക് വരാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഡൽഹിയിലേക്ക് ഡൽഹി മീൻസ് പെട്ടെന്ന് അവിടെ നിന്ന് റിസൈൻ ചെയ്ത് ഏകദേശം 5 ഇയേഴ്സ് ഞങ്ങൾ മധ്യപ്രദേശ് നിന്നു. അവിടെ നിന്ന് ഡൽഹിയിലേക്ക് തിരികെയുള്ള യാത്ര, ഡൽഹിയിലേക്ക് ഞങ്ങൾ വന്നു. ഡൽഹിയിൽ വന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത്, ഞങ്ങളുടെ ഗുഡ്ഗാവിലാണ് ഞങ്ങൾ താമസം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗുഡ്ഗാവിലൊരു അവിടെ ചർച്ചിൻ്റെ തന്നെ ഒരു ബിൽഡിങ്ങിനകത്ത് ഞങ്ങൾ വന്നു. അത് വന്നതും അന്ന് ഞാൻ കണ്ടുവായിൽ ചെന്നതുപോലെയുള്ള ഒരു പ്രദേശം, അതായത് ഒരു ബിൽഡിങ് മാത്രം, അതിന് ചുറ്റുമൊന്നുമില്ല, പന്നികളായി, അങ്ങനെ പല പല പ്രശ്നങ്ങൾ അവിടെ. എന്നാൽ അതിനകത്തുകൂടി ഓരോ ദിവസവും ഞങ്ങൾ ഞങ്ങളെ ദൈവം കയറ്റി വിടുവാനിടയായി. അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും പിന്നെയും പോകുന്നത് അടുത്തത് ഒരു മിനിസ്ട്രി, അടുത്തൊരു പുതിയ മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡൽഹിക്കകത്തൊരു ദൈവപ്രവൃത്തി ഞങ്ങൾ കാണണം. അങ്ങനെ ഞങ്ങൾ ഈ ഡൽഹിക്കകത്തായിട്ട് വരുമ്പോഴത്തേന് ആയാനഗർ എന്ന് പറയുന്ന ഇടത്ത് ഒരു ചെറിയ മീറ്റിങ്ങുകൾ ആരംഭിക്കുവാനിടയായി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ദിവസം വീണ്ടും പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീണ്ടും ഇവിടുന്ന് ഒരു പുതിയൊരു ജോലിക്ക് കയറി കഴിഞ്ഞപ്പോൾ ഇവിടെ നിൽക്കുന്നതിന് പല ബുദ്ധിമുട്ട്, മീൻസ് സാലറിയിലുള്ള ബുദ്ധിമുട്ടുകൾ. അങ്ങനെ ഇരിക്കാൻ എനിക്ക് പുറത്തേക്ക് കുവൈറ്റിലേക്ക് പോകാനായിട്ടൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. എൻ്റെ ബ്രദർ അവിടെയാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദർ അവിടെ ആയിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കുവൈറ്റിലേക്ക് യാത്രയായി. ഞാൻ അങ്ങനെ കുവൈറ്റിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഏകദേശം എൻ്റെ ജോലി സ്റ്റാർട്ട് ചെയ്ത് ഒരു 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് വീണ്ടും എനിക്ക് ബുദ്ധിമുട്ടുകൾ, അതായത് എൻ്റെ ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ ഒരു ദിവസം ഞാൻ രാവിലെ എഴുതിയപ്പോൾ എൻ്റെ മൂക്കിൽ കൂടെ ബ്ലഡ് വരാൻ തുടങ്ങി. മൂക്കിൽ കൂടെ ബ്ലഡ് വന്ന് എൻ്റെ വായിക്കകം മുഴുവൻ ബ്ലഡ്. അങ്ങനെ ഒന്ന് വന്നു, അത് പിന്നീട് ഒരു മിനിറ്റ്സുകൾ കഴിയുമ്പോൾ സ്റ്റോപ്പായി. അത് കഴിഞ്ഞ് കുറച്ചൊരു ഏകദേശം ഒരു 1.5-2 മാസത്തിനുള്ളിൽ വന്നിട്ട് വീണ്ടും ഇതൊരു 15-15 മിനിറ്റ്സ് കണ്ടിന്യൂ ബ്ലീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കപ്പൊക്കെ എടുത്ത് പിടിച്ചു കഴിഞ്ഞാൽ ആ കപ്പ് നിറഞ്ഞ് ബ്ലഡ് വരുക, എൻ്റെ ശരീരത്തിനകത്ത് ബ്ലഡ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു, അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ഡോക്ടർ എന്നോട് ഡയറക്റ്റ് കണ്ടപ്പോഴേ പറഞ്ഞു, സിസ്റ്റർ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് തയ്യാറാക്കി വെച്ചു. ഡോക്ടർ ഡൗട്ട് പറയുന്നത് ബ്ലഡ് ക്യാൻസർ, കാരണം ഈ ഇങ്ങനെ ഒരു സിംറ്റം ഇങ്ങനെ വരുന്നത് അതൊരു ബ്ലഡ് ക്യാൻസറിൻ്റെ ഇതാണ്. ഭയം തോന്നിയെങ്കിലും ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെയാണ് ദൈവത്തിൻ്റെ ഇഷ്ടമെങ്കിൽ. പക്ഷെ ആ ഡോക്ടർ എന്നോട്, കാരണം ഡോക്ടർ നല്ല ഡോക്ടറാണ്, അദ്ദേഹം എന്നോട് പറഞ്ഞു ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് റെഡിയാക്കി എപ്പോഴും വെച്ചിരിക്കണം, ഇതല്ലാതെ ഇതിനൊരു മാർഗമില്ല, പിന്നീടുള്ള ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളും. അങ്ങനെ ഞാൻ നേരത്തെ തന്നെ എനിക്ക് എഴുതി തന്ന എല്ലാ ടെസ്റ്റുകളും ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എല്ലാ ടെസ്റ്റുകളും ഞാൻ ചെയ്യുവാണ്, ഇത് ബ്ലഡ് ക്യാൻസർ ആണോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല, എങ്കിലും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. അങ്ങനെ ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ തന്നെ എൻ്റെ എല്ലാ ടെസ്റ്റുകളും ചെയ്തു. ഒരു വാല്യൂവിൽ പോലും ഒരു ഹയർ സൈഡോ ലോവർ സൈഡോ ഇല്ല, എല്ലാം നോർമൽ ലെവലിൽ വരുവാനിടയിൽ. ഞാൻ വീണ്ടും ആ ഡോക്ടറിനെ എടുത്തപ്പോൾ ഡോക്ടറിന് പറഞ്ഞു, ഇത് ക്യാൻസർ അല്ല, ബ്ലഡ് ക്യാൻസർ അല്ല, ഇതെന്താണെന്ന് നമുക്ക് നോക്കാം.
പിന്നീട് അവരെന്നെ ENT ഡോക്ടറിന്റെ അടുത്ത് വിടുകയും അങ്ങനെ പിന്നീട് നോക്കുമ്പോൾ വെയിൻ പൊട്ടി ആ വെയിനകത്തുനിന്ന് ബ്ലഡ് ഫ്ലോ സ്റ്റോപ്പ് ആകാതെ വന്നുകൊണ്ടിരുന്ന ഒരു അവസ്ഥയായിരുന്നു. എന്നാൽ എനിക്കറിയാം എൻ്റെ കർത്താവ് എന്നെ അതിൽ കൂടിയും കടത്തിവിട്ടത് പുതിയ ചില ആൾക്കാരുടെ അടുത്തേക്ക്. അതായത് അടുത്ത ഞാൻ ചെല്ലുന്നത് ഞാൻ എൻ്റെ ശരീരത്തിൽ എൻ്റെ ഞാൻ അനുഭവിക്കുന്ന ഒരു പ്രശ്നം ഞാൻ അനുഭവിച്ചു കഴിയുമ്പോൾ എന്നെ പിന്നെയും കടത്തിവിടുന്ന അങ്ങനെയുള്ള ചില വ്യക്തികളുടെ അടുത്തേക്കാണ്. അതായത് ഈ രോഗമുള്ള ആൾക്കാരുടെ അടുത്തേക്ക്. കാരണം അടുത്ത സെക്കൻഡിൽ എൻ്റെ മുമ്പിൽ കാണുന്ന വ്യക്തി ഇങ്ങനെയുള്ള ആളുകളായിരിക്കും. കാരണം ഈ രോഗത്തിന്റെ അടിമപ്പെട്ടിരിക്കുന്നവര് അവർക്ക് എങ്ങനെയാണ് വിടുതൽ ലഭിക്കുന്നത്, എങ്ങനെയാണ് ഈ കർത്താവ് വിടുവിക്കുന്നതെന്ന് ഉള്ള ഒരു സന്ദേശം, അല്ലെങ്കിൽ എങ്ങനെയാണ് ദൈവം വിടുവിക്കുന്നതെന്ന് അവരോട് പറയുവാൻ വേണ്ടി ദൈവം എന്നെ നേരത്തെ ഇതിൽ കൂടി കടത്തിവിടാൻ തുടങ്ങി. ഓരോ വിഷയത്തിൽ കൂടി ഓരോരോ സംഭവങ്ങളിലും എൻ്റെ ജീവിതത്തിൽ അന്നു മുതൽ ഈ ഒരു നിമിഷം വരെ എന്നെ കടത്തിവിടുന്നത് ഇതിനു വേണ്ടിയാണ്. അതായത് ഇങ്ങനെയുള്ളതിൽ കൂടി ഞാൻ കടന്നു പോയി കഴിയുമ്പോഴാണ് മുന്നിൽ നിൽക്കുന്ന വ്യക്തിയുടെ ഒരു പ്രശ്നം എന്നോട് പറഞ്ഞു കഴിയുമ്പോൾ എനിക്കത് മനസ്സിലാവത്തുള്ളൂ. അല്ല എങ്കിൽ നോർമലി ഒരാളോട് സംസാരിച്ചു, അത് കഴിഞ്ഞു. ഇല്ല, എന്നാൽ എന്നെ അതിൽ കൂടി കടത്തിവിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അവരനുഭവിക്കുന്ന വേദന എന്താണെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ദൈവം എന്നെ സാധിച്ചു. അങ്ങനെ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഏകദേശം 7 years കുവൈറ്റിന്റെ പ്രദേശത്ത് നിന്ന് ദൈവം എന്നെ മനോഹരമായി തിരികെ എന്നെ ഡൽഹിയുടെ പ്രദേശത്തേക്ക് കൊണ്ടുവന്നു. കഴിഞ്ഞ 2023 ഞാൻ ഡൽഹിയുടെ പ്രദേശത്തേക്ക് കടന്നു വന്നു. ഇവിടെ വന്ന സമയം മുതൽ ഹൃദയത്തിനകത്ത് വളരെ ഒരു തീരുമാനമായിരുന്നു. ഞാൻ അവിടുന്ന് വന്നപ്പോൾ മുതൽ എനിക്ക് എന്തെങ്കിലും എക്സാം എഴുതി പുറത്തേക്കൊന്ന് പോകണം. അപ്പോഴും എൻ്റെ ഇഷ്ടമാണ് ഞാൻ അവിടെ നോക്കിയത്. കാരണം മറ്റൊരിടത്തേക്ക് പോകണമെന്നുള്ള ഒരു ചിന്ത. അപ്പോഴും ഞാൻ ദൈവത്തോട് ഈ വിഷയത്തെപ്പറ്റി ചോദിച്ചില്ല. എന്നാൽ ദൈവാത്മാവ് എന്നെ തടഞ്ഞു എന്ന് പറഞ്ഞ ദേവദാസൻ ഞാൻ പലതവണ എക്സാം എഴുതി. എനിക്ക് ഓരോ സബ്ജക്റ്റിനും എന്നെ പുറകോട്ട് വിട്ട് ബാക്കി സബ്ജക്റ്റിന് എല്ലാം മാർക്ക് തരും. അപ്പോഴും ദൈവാത്മാവിനോട് പറയാൻ തുടങ്ങി, നിന്നെ ഞാൻ ഒരു സബ്ജക്റ്റിന് പുറകോട്ട് വിട്ടിട്ട് ബാക്കി 3 തന്നിട്ടുണ്ടെങ്കിൽ ഇത് നിനക്ക് ഇപ്പൊ പോകേണ്ട വിഷയമല്ല, ഇപ്പൊ പോകേണ്ടതല്ല. അങ്ങനെ ഞാൻ 3-4 പ്രാവശ്യം പരീക്ഷ എഴുതി എൻ്റെ ഇഷ്ടത്തിന്. എന്നാൽ ദൈവം എന്നെ അവിടെ വെച്ച് തന്നെ എന്നെ വീണ്ടും പഠിപ്പിക്കാൻ തുടങ്ങി. വീണ്ടും ഞാനിവിടെ മറ്റൊരിടത്തേക്ക് ജോലിക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു പ്രശ്നം വരാൻ തുടങ്ങി. ഞങ്ങൾ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങിനകത്തു നിന്ന് ഒന്ന് മാറണം, പുതിയൊരിടത്തേക്ക് മാറണം എന്നുള്ളത് നമുക്ക് ബിൽഡിങ്ങിലുള്ളവർ പറയുവാനിടയായി. അപ്പോൾ ഇവിടെ നിന്ന് മാറി താമസിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്കൊരു വാടകയ്ക്ക് പോകുവാനോ അതൊക്കെ ഭയങ്കര ഭാരമായ ഒരു കാര്യമായിരുന്നു. ആണ് അങ്ങനെ ഇരിക്കുക ചെയ്ത് ഞങ്ങൾ വിചാരിച്ചു, എന്നാൽ എന്തെങ്കിലും ഒരു ചെറിയത് നോക്കൊരു ഭവനം നമുക്ക് മേടിച്ചാലോ, അങ്ങനെ ഒരു ചിന്തയിലോട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ഒരിടത്ത് ചെന്ന് ഞങ്ങൾ ലോണിൻ്റെ കാര്യം അന്വേഷിച്ചപ്പോൾ അവിടെ ഒന്നും ലോൺ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു സ്ഥലത്ത് അവിടെ ഭവനം കാണുവാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ ലോൺ കിട്ടത്തില്ല എന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ ഞങ്ങൾ അവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഞങ്ങൾ ചോദിച്ചു, ഇവിടെ ലോൺ കിട്ടുമോ? അപ്പോൾ പറഞ്ഞില്ല, ഇവിടെ ലോൺ കിട്ടത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പറഞ്ഞു ഓക്കെ എന്നാൽ പിന്നെ അപ്പോൾ അദ്ദേഹം ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു, കാശില്ലാത്തവര് കടത്തിണ്ണയിൽ അന്തി ഉറങ്ങണം, കാശില്ലാത്തവര് കുഞ്ഞുങ്ങളെ വിവാഹം കഴിച്ചു കൊടുക്കേണ്ടത് ഏതെങ്കിലും അമ്പലത്തിന്റെ വാതിൽക്കല് അല്ലെങ്കിൽ ചർച്ചിന്റെ വാതിൽക്കലൊക്കെ കൊണ്ടുപോയി ജസ്റ്റ് വിവാഹം കഴിച്ചു കൊടുക്കുക, അങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലാതെ ഇങ്ങനെ നടക്കുകയല്ല ചെയ്യേണ്ടത് പറഞ്ഞു. അന്ന് വളരെ വേദനയോടുകൂടി ഞങ്ങൾ അവിടുന്ന് തിരികെ വീട്ടിലെത്തി കഴിഞ്ഞ ദൈവത്തോട് പറഞ്ഞ, ദൈവമേ ഞങ്ങൾക്ക് ഇവിടുന്ന് മാറണം എന്നുള്ളൊരു ഓർഡർ വന്നു, ഞങ്ങൾ ഇനി എങ്ങോട്ട് മാറും? കർത്താവ് ഞങ്ങൾക്കൊരു വഴി കാണിച്ചു തരണേ. സർവശക്തനായ ദൈവം ഞങ്ങൾക്ക് മേൽ വെച്ചിരുന്ന വാഗ്ദത്തത്തിന്റെ മേൽ കർത്താവ് ഞങ്ങൾക്കൊരു ഒരു പുതിയൊരു കോണ്ടാക്ട് ചെയ്ത് ഞങ്ങൾ അവിടെ ചെന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ലോൺ കിട്ടുന്നിടമാണ്. അങ്ങനെ ലോൺ എടുത്ത് ഒരു പുതിയ ഭവനത്തിൽ കയറുവാനായിട്ട് ദൈവം ഞങ്ങളെ ഇടയാക്കി. കർത്താവിന്റെ ദൈവം നടത്തിയ വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ നിമിഷവും അതൊരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അർഹതയില്ലാത്ത സ്ഥാനത്തുകൂടി, ഞാൻ പറഞ്ഞില്ല ഒരു പ്രിപ്പറേഷൻ ടൈം ഉണ്ടായിരുന്നു ജീവിതത്തിനകത്ത്. പ്രിപ്പറേഷൻ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അതായത് ശരീരത്തിനകത്ത് പ്രിപ്പയർ ചെയ്തു, മെന്റലി പ്രിപ്പയർ ചെയ്തു, സ്പിരിച്വലി പ്രിപ്പയർ ചെയ്തു. അതായത് ഓരോ ഘട്ടം കഴിയുമ്പോഴും പ്രിപ്പറേഷൻ, അതായത് എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഇപ്പോഴും തീർന്നിട്ടില്ല. അടുത്ത പുതിയ സ്റ്റെപ്പിലേക്ക് വീണ്ടും കിടക്കുകയാണ്. അതിനു മുന്നേ പുതിയ എന്തെങ്കിലും പുതിയത് കിട്ടണമെങ്കിൽ പുതിയ ഏതെങ്കിലും രീതിയിൽ എന്നെ കടത്തിവിടും. ആ ഒരു ചൂളയിലൂടെ, ആ ഒരു തീക്കകത്തൂടെ ഞാൻ കടന്നു പോയാൽ മാത്രമേ എനിക്കത് ലഭിക്കത്തുള്ളൂ. അങ്ങനെ ദാവീദിന്റെ കാര്യം പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു കാടിന്റെ അനുഭവത്തിൽ നിന്നാൽ മാത്രം
കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ട്, ഒരു ചെവി കേട്ടിട്ട്, ഒരു ഹൃദയത്തിൽ തോന്നാത്ത രീതിയിൽ നമുക്ക് തരണമെങ്കിൽ ഞാൻ അവൻ്റെ ഇഷ്ടപ്രകാരം, ഞാൻ എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം നിൽക്കണം. പലപ്പോഴും എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ചോദിച്ചപ്പോഴും എൻ്റെ താല്പര്യപ്രകാരം ഞാൻ നിന്നപ്പോഴും ഒക്കെ ദൈവാത്മാവ് എന്നെ വിലക്കി ഇല്ല. പക്ഷെ അവിടെ ഞാൻ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോഴും അവിടെ എന്നെ ആ സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോയിട്ട് എന്നെ തിരിച്ചു കൊണ്ടുവരുവാൻ ഇടയായി. അങ്ങനെ ഞാൻ ആ തിരിച്ചു വന്നതുകൊണ്ടും അങ്ങനെ ഞാൻ നിന്നതുകൊണ്ടും ഇന്ന് ദൈവസന്നിധിയിൽ എനിക്ക് പ്രാഗൽഭ്യത്തോടെ ഇങ്ങനെ പറയുവാനായിട്ട് കഴിയുന്നത്, ദൈവമേ, എന്നെ നീ ആ കടത്തിവിട്ട സാഹചര്യങ്ങൾ, എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ കടത്തിവിട്ട സാഹചര്യങ്ങളിൽ ഇന്ന് ഞാനതെല്ലാം പ്രാക്ടിക്കലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചർച്ചിൽ ഇന്നും വരുന്നവരെ, ചർച്ചിൽ ഇന്ന് പുതിയ പുതിയ ഓരോ വ്യക്തികൾ വരുമ്പോൾ എനിക്കൊരു വിഷയമില്ല. അവരുടെ എൻ്റെ ശരീരത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഞാനിത് അനുഭവിക്കുന്നു, ഇത് ശരിയാണ്. പലരും ഇതില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഒത്തിരി ജീവിതത്തിൽ കേട്ടൊരു വ്യക്തിയാണ്. കാരണം ഇതൊക്കെ ഭ്രാന്താണെന്ന്, അതായത് ഇങ്ങനെയുള്ള ഒരു വിഷയങ്ങളൊന്നും ഇല്ല, ഭൂതമില്ല, അങ്ങനെയൊന്നും നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കത്തില്ല, ഇത് ഭ്രാന്തായ രീതിയിലുള്ള വർത്തമാനമാണ് പറഞ്ഞാൽ ഇത് സ്വന്തമായി അനുഭവിച്ച്, ശരീരത്തിൽ അനുഭവിച്ച്, ഇത് ഭ്രാന്തല്ല. അതായത് ശരീരം അന്ന് അനുഭവിച്ച വേദന ഇന്നും എൻ്റെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ ഞാൻ എത്രമാത്രം രീതിയിൽ അത് കോൺഷ്യസ് ആണ്. കാരണം എൻ്റെ മൈൻഡിൽ അത് ഇന്നും എൻ്റെ മൈൻഡിനകത്ത് അത് അതുപോലെ ഉണ്ട്. ഒരു ഭ്രാന്തമായ രീതിയിലുള്ള ഒരു അവസ്ഥയാണ്. നമുക്കത് ഒരിക്കലും നമ്മുടെ മൈൻഡിൽ കിടക്കത്തില്ലല്ലോ. ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ, കാരണം ഇന്ന് പലപ്പോഴും പല വ്യക്തികളും തഴയപ്പെടുന്നത്, അതായത് പ്രാർത്ഥിക്കാൻ ഒരുവൻ വന്നു കഴിയുമ്പോൾ ഇങ്ങനെയുള്ള രോഗാത്മാവ് ഇത് അവൻ ആക്ട് ചെയ്യുന്നതാണ്. ഇത് പ്രാക്ടിക്കൽ അല്ല. ഇത് ഒരിക്കലും അങ്ങനെ അല്ല എന്ന് പറയുമ്പോൾ എനിക്ക് പറയുവാൻ കഴിയുന്നത്, എൻ്റെ നെഞ്ചിൽ കൈവച്ച് എനിക്ക് ഇങ്ങനെ പറയുവാൻ കഴിയും, ഒരിക്കലും ഇത് ആക്ട് ചെയ്യുന്ന കാര്യമല്ല. ഇത് ഇങ്ങനെ ഒരു സംഭവം, ഒരു സൈത്താനിക് വേൾഡ് ഉണ്ടെന്നുള്ളതും അതിനകത്തുകൂടി കടന്നുപോയി ദൈവം നമ്മളെ അതിനകത്തുനിന്ന് വിടുവിക്കുമെന്നുള്ളതും, അതുപോലെ ആ സർവശക്തനായ ദൈവത്തിൻ്റെ കീഴിൽ, ആ ഒരു ബലമുള്ള കരത്തിൻ്റെ കീഴിൽ നമ്മൾ ഇരുന്ന് കഴിയുമ്പോൾ, നമ്മൾ ഈ തീച്ചുളയിലൂടെ കടന്നു പോയെന്ന് പറഞ്ഞാലും നാളെ ഞാൻ ഇവിടെ എഴുന്നേറ്റ് നിൽക്കും, നാളെ ഞാൻ അവിടെ ദൈവത്തിന്റെ പ്രവർത്തിക്ക് വേണ്ടി നിൽക്കുമെന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ ദൈവത്തിന് നിൽക്കാൻ കഴിയുമെന്നുള്ളത് ഉറപ്പാണ്. ഞാൻ ഒരിക്കലും ഒരു കുഞ്ഞ് ശരീരത്തിനകത്ത് അനുഭവിക്കേണ്ടാത്ത വിഷയമാണ് ഞാൻ അനുഭവിച്ചത്. ഇന്ന് ഞാൻ നിൽക്കുന്നത് ഈ ഒരു ദൈവകൃപയിലാണ്. ഈ ഒരു ദൈവകൃപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ നിമിഷവും, ഓരോ മിനിറ്റും, ഓരോ സെക്കൻഡും ഈ ദൈവം എനിക്ക് തരുന്ന ആ ഒരു ദൈവിക ശക്തി, അതല്ലാതെ എനിക്കൊന്ന് ചെയ്യുവാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല, എനിക്കൊന്ന് നേടുവാനും കഴിഞ്ഞിട്ടില്ല. ഒരിക്കലും എൻ്റെ ഇഷ്ടപ്രകാരം എനിക്ക് ഇന്ന് വരെ ജീവിക്കുവാനും കഴിഞ്ഞിട്ടില്ല. എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് എൻ്റെ ഇഷ്ടപ്രകാരമാണെങ്കിൽ അതൊരിക്കലും എനിക്ക് ഫോളോ ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല. അതെനിക്ക് പ്രാക്ടിക്കലി എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. എന്നാൽ ഈ വചനം എടുത്തുകൊണ്ട് ഞാൻ അന്ന് ഇറങ്ങിയ നിമിഷം മുതൽ ഇന്ന് ഈ നിമിഷം വരെ എൻ്റെ ശരീരത്തിനകത്ത് എനിക്കൊരു ബുദ്ധിമുട്ടില്ല, എൻ്റെ ഹൃദയത്തിനകത്ത് എനിക്കൊരു ബുദ്ധിമുട്ട് വരുത്തിയിട്ടില്ല. കാരണം ഒരു ഭാരം വന്നു കഴിയുമ്പോൾ ആ ഭാരത്തെ മാറ്റുന്ന ദൈവം, അതായത് ചെങ്കടലിന്റെ മുൻപിൽ ചെന്ന് നിന്നാലും വഴി തുറക്കുന്ന സർവശക്തനായ ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുവാനായിട്ട് എനിക്ക് സാധിക്കും. അങ്ങനെ ഇന്ന് വരെ ദൈവം എന്നെ വഴി നടത്തുന്നു. ഓരോ നിമിഷവും എൻ്റെ ജീവിതത്തിൽ ഞാൻ കഷ്ടതയും ഭാരവും അനുഭവിച്ച നിമിഷം മുതൽ ദൈവം എന്നെ നടത്തി. അതുപോലെ തന്നെ എനിക്ക് മുന്നോട്ട് അരോമ ടി വിയുടെ പ്രേക്ഷകരോടും അതുപോലെ തന്നെ ഈ ഒരു ടെസ്റ്റിമണി കേൾക്കുന്നവരോട് പറയുവാനുള്ളത്, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ, ഈ ദൈവം പറയുന്ന വചനത്തിൻ്റെ കീഴിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ തകർന്നു പോകത്തില്ല. കുറച്ച് സമയമെടുക്കും നമ്മൾ ഇതിലോട്ടൊക്കെ ഒന്ന് കയറി വരാനായിട്ട്. നമുക്കൊരു സമയമുണ്ട്. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയം, ഞാൻ പ്രതീക്ഷിച്ച സമയത്ത് എനിക്ക് ഒന്നും നേടുവാൻ കഴിഞ്ഞിട്ട്, എന്നാൽ ദൈവം ഒരു സമയം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ സമയം എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിരുന്നു. ആ സമയം എത്തുന്നത് വരെ നമ്മളൊന്ന് കാത്തിരുന്ന് കൊടുത്താൽ മതി. ഒന്ന് നിന്ന്, അത് ചിലപ്പോൾ 10 years ആയിരിക്കാം, ചിലപ്പോൾ 20 years ആയിരിക്കാം. നമ്മളാണ് സ്പീഡ് കൂട്ടുന്നത്, അയ്യോ എനിക്ക് സമയം കഴിഞ്ഞല്ലോ എന്നുള്ളത്. ഇല്ല, ദൈവത്തിന് സമയം കഴിഞ്ഞു പോയിട്ടില്ല. ആ ഒരു ടൈമിന് വേണ്ടി ഒന്ന് കാത്തു നിന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ആ കിട്ടുന്ന ഫ്രൂട്ട്സ് അത് മനോഹരമാണ്, അത് ടേസ്റ്റിയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിനകത്ത് അനുഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടേസ്റ്റി ഫ്രൂട്ട് എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ എവിടൊക്കെ കയറി, ഞാൻ എൻ്റെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ കയറാത്ത വാതിലുകളില്ല, ഞാൻ നീട്ടാത്ത ഒരു മനുഷ്യന്റെ മുൻപിൽ ചെന്ന് നിന്നിട്ട് വിടുതലിന് വേണ്ടി കരം നീട്ടുക, അല്ലെങ്കിൽ വിടുതലിന് വേണ്ടി ജപിച്ച് കെട്ടുക, വിടുതലിന് വേണ്ടി ഓതിച്ച് വെള്ളം കൊണ്ടുവരിക, അല്ല വിടുതലിന് വേണ്ടി ചുറ്റും കൊണ്ട് വെള്ളം ഒഴിക്കുക. ഇതിലൊന്നും എനിക്കൊരു ശാന്തതയോ അല്ലെ എനിക്കൊരു മറുപടിയോ ലഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ മുഴങ്കാലിനെ മടക്കി കഴിഞ്ഞപ്പോഴേക്ക് ആ ദൈവം ഒന്ന് ടച്ച് ചെയ്ത് നമ്മളെ ആ ഒരു അതിലേക്കൊന്ന് എത്തിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ലൈഫിന്റെ സ്റ്റോറി മാറുവാനിടയായി.
ജീവിതം തന്നെ, അതായത് ദൈവസന്നിധിയിൽ ഒരു വളരെ വലിയ ചേഞ്ചായി മാറുവാനായിട്ട് ഇടയായി. അതുപോലെ ഈ ടെസ്റ്റിമണി കേൾക്കുന്നവർ, അതുപോലെ എല്ലാവരോടും എനിക്ക് പറയുവാനുള്ളത്, ഈ ദൈവസന്നിധി നമ്മളൊന്ന് താന്നിരുന്നു കഴിഞ്ഞാൽ, ഒരു ടൈം വെച്ചിട്ടുണ്ട്, ആ പീരീഡിന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനിടയാവും. ഞാൻ എൻ്റെ ടെസ്റ്റിമണി, നമുക്ക് വേണ്ടി ദൈവം ചെയ്ത വലിയ ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് ഞാനിതിവിടെ എൻ്റെ ടെസ്റ്റിമണി നിർത്തുകയാണ്. അതുപോലെ ഇത് കേൾക്കുന്നവർ മറ്റ് മുന്നോട്ടുള്ള ജീവിതത്തിൽ നമ്മുടെ ദൈവത്തിൽ വളരെ വലിയ പ്രത്യാശ അർപ്പിക്കണം. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിമിഷം സർവശക്തനായ ദൈവമേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ നൽകി തന്ന ഈ വലിയൊരു സമയം കർത്താവേ, ഇത് അനേകരിലേക്ക് ഈ സാക്ഷ്യത്തെ, അതുപോലെ കർത്താവേ അനേകരുടെ ജീവിതത്തിൽ ഇതൊരു വലിയ ദൈവപ്രവൃത്തിയായി മാറുവാൻ, അനേകർ ഈ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരുണ്ട് കർത്താവേ, ഈ ഒരു വേദനയിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്. അപ്പാ, നീ അവരെ ടച്ച് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിടുവിക്കുന്നവനായ സർവശക്തനായ ഒരു ദൈവമുണ്ട് എന്നുള്ളത് ആമേ തന്റെ ജനം കാണുവാൻ, തന്റെ ജനം കേൾക്കുവാൻ, തന്റെ ജന ശരീരത്തിൽ നമ്മെ ഫിസിക്കലി, മെന്റലി, സ്പിരിച്വലി അനുഭവിക്കുവാൻ തക്കവണ്ണം എൻ്റെ പിതാവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പാ, അങ്ങ് നൽകി തന്ന എല്ലാ ദാനത്തിനും നന്ദി. അരോമ TV മിനിസ്റ്റേഴ്സിന് വേണ്ടി, പാസ്റ്റർക്ക് വേണ്ടി എല്ലാവരും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. താങ്ക് യു സിസ്റ്റർ ജസ്ലി സാം. ഇത്രത്തോളം സമയം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ TV ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തതോർത്ത് ഞാൻ കർത്താവിന് മഹത്വം കരയിട്ടുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിതത്തിലെ ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറയുമ്പോൾ അതിനുവേണ്ടി കൊടുത്തതായ വില വളരെ വലുതാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്രതീക്ഷിതമായി തന്നെ ജീവിതത്തിൽ കടന്നുപോയ ചില തിക്ത അനുഭവങ്ങൾ, വളരെ ചെറുപ്പത്തിൽ തന്നെ മാനസികമായി തളർത്തിക്കളയുന്ന നിന്ദകളുടെയും പരിഹാസങ്ങളുടെയും ആക്ഷേപങ്ങളുടെയും ഒക്കെ നടുവിൽ അഭിമുഖീകരിച്ച തിക്ത അനുഭവങ്ങൾ വളരെ വലുതാണ്. അതായത് വളരെ ചെറുപ്പത്തിൽ തന്നെ ഭീതി, ഭയം വിട്ടുമാറാതെ പിന്തുടർന്നതായ ആ വലിയ ഇരുട്ടിന്റെ ഒരു ശക്തിയാണ് ഭയമെന്ന് പറയുന്നത്. അത് ചെറുപ്പം മുതൽ തന്നെ പിന്തുടർന്ന് കടന്നാക്രമിക്കുന്ന രീതിയിലേക്ക് അത് അതിക്രമിച്ചപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പൈശാചിക ശക്തിയായിരുന്നു. നശിപ്പിച്ചു കളയുവാൻ വേണ്ടി ആവത് ശ്രമിച്ചു, കുടുംബമായി നശിപ്പിച്ചു കളയുവാൻ. ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ അത് കുടുംബത്തെ എല്ലാവരെയും ബാധിക്കും. അങ്ങനെ ആ മാതാപിതാക്കന്മാരെയും സഹോദരനെയും സഹോദരിയെയും, നിങ്ങളെ കുടുംബമായി എല്ലാവരെയും 4 പേരെ ഒരുമിച്ച് നശിപ്പിച്ചു കളയുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ, ഭൂമുഖത്ത് നിന്ന് തുടച്ചു കളയുവാൻ ഒരു വ്യക്തിയെ പിശാച് കടന്നാക്രമിക്കുകയായിരുന്നു. അതിലൂടെ ആ കുടുംബത്തെ മുഴുവൻ നശിപ്പിക്കുക ആയിരുന്നു. പിശാച് ആവത് പരിശ്രമിച്ചു, പക്ഷേ ദൈവം വിട്ടുകൊടുത്തില്ല. കാരണം പ്രപഞ്ച സൃഷ്ടിക്ക് മുന്നമേ ദൈവത്തിന്റെ കാര്യപരിപാടിക്ക് വേണ്ടിയിട്ട് ദൈവം തിരഞ്ഞെടുത്തത് കൊണ്ടും അനേകരുടെ വിടുതലിനും ആശ്വാസത്തിനും നിലനിൽപ്പിനും ദൈവരാജ്യത്തിൽ അനേക പ്രിയപ്പെട്ടവരെ ഒരുക്കിയെടുക്കേണ്ടുന്നതുമായ വലിയ ദൗത്യം, പദ്ധതി ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവം വിട്ടുകൊടുത്തില്ല. സിസ്റ്റർ പല സന്ദർഭങ്ങളായി ഓർപ്പിച്ചതുപോലെ ദാവീദിന്റെയും ജോസഫിന്റെയും ഒക്കെ ജീവിതത്തില് അവർക്ക് ഒത്തിരി കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നു. സ്വന്തം സഹോദരന്മാരാൽ പ്രിയ ജോസഫ് ഇളയ സഹോദരനെ പൊട്ടക്കിണറ്റിൽ ഇടപെട്ടു, കച്ചവടക്കാർക്ക് വിൽക്കപ്പെട്ടു, കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു, പിതാവിന്റെ മുൻപിൽ ചെന്ന് മകൻ മരിച്ചുപോയി എന്ന് സാക്ഷ്യം പറഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി സംഭവങ്ങള് ജോസഫിന്റെ ജീവിതത്തില് ഉണ്ടായെങ്കിൽ പോലും ദൈവത്തിന്റെ കാര്യപരിപാടി അതുകൊണ്ട് അവസാനിച്ചില്ല. യാക്കോബ് വിശ്വസിച്ചു, എൻ്റെ മകൻ മരിച്ചുപോയി. സഹോദരന്മാരും വിശ്വസിച്ചു കാണും, അവനെ വിറ്റുപോയി, ഇനി അവനെ കാണാൻ കഴിയുകയില്ല എന്ന്. തീർന്നു, അതോടെ അവസാനിച്ചു എന്ന്. പക്ഷേ ജോസഫിനെ വാസ്തവത്തിൽ ദൈവം അവിടെ നിന്ന് മാറ്റുകയായിരുന്നു. ദൈവം ഒരുക്കിയ വഴികൾ അതൊരു പക്ഷെങ്കിൽ ജോസഫിനും സഹോദരങ്ങൾക്കും ഒക്കെ തോന്നിക്കാണും, അത് വേദനാജനകമായ അനുഭവ, പൊട്ടക്കിണറ, കച്ചവടവ, കാരാഗ്രഹ എന്നൊക്കെ തോന്നി. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയാണ്.
ഭയപ്പെടുത്തുന്ന ചില അനുഭവങ്ങൾ, ഭീതിപ്പെടുത്തുന്ന ചില സാഹചര്യങ്ങൾ, നമ്മളെ കടന്നു പിടിക്കുന്ന ചില അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ പൈശാചിക മണ്ഡലങ്ങളിലൂടെയൊക്കെ ഉണ്ടാകാം. അതൊക്കെ തോന്നലുകൾ മാത്രമാണെന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയും. കാരണം ആ വഴിയിലൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ അതിനപ്പുറത്തെ കർത്താവ് നമ്മെ ഒരുക്കിയിരിക്കുന്ന ആ ഒരു അനുഭവത്തിൽ നമ്മൾ എത്തിച്ചേരുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഈ ഇപ്പുറത്ത് തന്നെ, നമ്മൾ ജനിച്ചു വളർന്ന ആ ജീവിത സാഹചര്യത്തിൽ തന്നെ നിന്നേനെ, ഇന്നും അവിടെ നിന്നേനെ, അവിടെ നിന്ന് രക്ഷപ്പെടത്തില്ലായിരുന്നു. ഇന്ന് അനുഭവിക്കുന്ന ആത്മീയ സന്തോഷവും സമാധാന സന്തോഷവും ലഭിക്കയില്ലായിരുന്നു. കാരണം ഈ പ്രശ്നങ്ങൾ വന്നതുകൊണ്ടാണ് വാസ്തവത്തിൽ ദൈവവചനം കേൾക്കുവാനും കർത്താവിന് വേണ്ടി ഹൃദയം തുറന്നു കൊടുക്കുവാൻ, ഭവനം തുറന്നു കൊടുക്കുവാൻ, ജീവിതം സമർപ്പിക്കുവാൻ, കർത്താവിന്റെ കൽപ്പന അനുസരിക്കുവാൻ, ദൈവമകളായി തീരുവാൻ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാൻ ഒക്കെ ഇടയായി തീർന്ന് ഈ പ്രശ്നങ്ങളാണ്. എന്തായാലും ദൈവം മുന്നമേ നിശ്ചയിച്ചതുപോലെ കാര്യങ്ങളുടെ പൂർത്തീകരണത്തിലേക്ക് വരുവാൻ ദൈവം സഹായിച്ചു. പിശാച് പരാജയപ്പെട്ടവനാണ്, അമ്പേ പരാജയപ്പെട്ടവനാണ്. നമ്മളെ അതിലേക്ക് വലിച്ചിഴക്കുക മാത്രമാണ്. അവൻ ആകപ്പാടെ കഴിയുന്നത് നമ്മളെ ഭയപ്പെടുത്തുക, നമ്മളെ നിരാശയിലേക്ക് നയിക്കുക, നമ്മുടെ ചിന്താഗതികളെ തിരുത്തുക. ഈ നിലകളിലൊക്കെ കൊണ്ടുവരുന്ന പല വിധമായ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ. ഇതിലൊന്നും വിജയിക്കാതെ വന്നപ്പോഴാണ് രോഗങ്ങൾ കടത്തിവിട്ടത്. പലവിധമായ രോഗങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കടന്നു. പക്ഷേ അവിടെ എല്ലാം അത്ഭുത സൗഖ്യം തന്ന് കർത്താവ് ജീവിതത്തിൽ തൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുവാനിടയായി തീർന്നു. ഇന്ന് ആയിരക്കണക്കിന് ജനങ്ങളുടെ മുൻപാകെ അവരുടെ വിശ്വാസത്തെ ഉറപ്പിക്കുവാൻ, അവരുടെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വരുത്തുവാൻ പ്രിയ സഹോദരിയുടെ ജീവിതത്തിൽ കർത്താവ് തന്ന വിടുതലിന്റെ സാക്ഷ്യം പ്രസ്താവിക്കുവാൻ ദൈവം കൃപ ചെയ്തു. ഇത് പ്രേക്ഷകർക്ക് വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. സിസ്റ്ററിന്റെ ജീവിതാനുഭവങ്ങളെ പോലെ കടന്നു പോകുന്ന ഒരുപാട് പ്രിയപ്പെട്ടവർ ഒരുപക്ഷെങ്കിൽ ഈ സാക്ഷ്യം കേട്ട് അവരുടെ ജീവിതത്തിൽ ഒരു വിടുതലിന് കാരണമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആക്കിയിരിക്കുന്ന ഇടത്ത് കുടുംബമായി വിശ്വസ്തയോടെ അന്ത്യത്തോടെ ഉറച്ചു നിന്ന് കർത്താവിന് വേണ്ടി നല്ല സാക്ഷ്യം വഹിക്കുവാൻ സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കർത്താവ് അവസരങ്ങളെ ഒരുക്കട്ടെ. അനേകർക്ക് ഈ കർത്താവിനെ പരിചയപ്പെടുത്തി കൊടുക്കുവാൻ ദൈവം നിങ്ങളെ ഉപകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പ്രസ്താവിക്കാൻ സമയം വേർതിരിച്ചതിന് പ്രത്യേക നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. ഈ സാക്ഷി പ്രേക്ഷകർക്ക് ഒരു അനുഗ്രഹമായി തീർന്ന് ഞങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.